الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي بتقوى الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മക്കരപ്പറമ്പ് പ്രദേശത്ത് ദീനിയായ ഒരു വിജ്ഞാന സദസ്സിൽ ആദർശ പ്രബോധന രംഗത്ത് ഏറെ സജീവമായി നിലകൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും സംസാരിക്കുവാനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ ആദർശ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിസരങ്ങളിലായി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അപാരമായ മഹത്തരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്കിടയിലും അവനെ ക്ഷമയോടെ തന്നെ റബ്ബിനെ സ്മരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്നവരായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ ചൂടിൻ്റെ അതിപ്രസരമായിരുന്നുവെങ്കിൽ ഇന്നൊരു കുളിരുള്ള ദിവസത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാൻ പറ്റാവുന്ന നല്ലൊരു കാലാവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് റബ്ബ് ഇന്ന് നമ്മളെ മാറ്റി തന്നിട്ടുണ്ട്. ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ്റെ പ്രചരണം അത് പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട്. ഇലക്ഷൻ വൈകിയാണ് പ്രഖ്യാപിച്ചത്. നമ്മൾ പ്രോഗ്രാം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുമാണ്. അതുകൊണ്ട് രണ്ടും കൂട്ടിമുട്ടാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് പറയാൻ ഒരവസരം ലഭിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നതാണ് ഒരു പ്രദേശത്തുള്ള മനുഷ്യരുടെ ഒന്നാമത്തെ ബാധ്യത. ഞങ്ങളൊന്നും കേൾക്കൂല, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ആരെയും ഞങ്ങൾ കേൾക്കൂല എന്ന ധാരണ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു പൈശാചികതയുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, ചില മനുഷ്യന്മാർ അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തവരാണ്, അവർ അള്ളാഹുവിൻ്റെ സന്മാർഗം നേടിയെടുക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും. വയത്തബിഊന അഹ്സന, ، ഇതിലേറ്റവും നല്ലതിനെ അവർ പിൻപറ്റുന്നവരായിരിക്കും.
കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ശരിയെ കണ്ടെത്തിയിട്ടത് പിൻപറ്റാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു സന്മാർഗം കാണിച്ചവരാണ് അവർ. എന്നാൽ ചില വിഭാഗം ആളുകളുണ്ട്, അവർ നരകാവകാശികളായി മാറുന്നു. എന്തേ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട്, ഒരു ചിന്തിക്കാൻ തയ്യാറല്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട്, കേൾക്കാൻ അവർ ഒരുക്കമല്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, കാണാൻ അവർ ഒരുക്കമല്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അത്രയ്ക്കുള്ളൂ. ബൽഹും, അതല്ല, അതിനേക്കാൾ വഴികേടിലായവരാണ്. അങ്ങനെ നമ്മളാകാൻ പാടില്ല. പടച്ചവൻ നമുക്ക് തന്ന ഈ മഹത്തരമായ കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും അള്ളാന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കണ്ണില്ലാത്ത കാഴ്ച പരിമിതരായ എത്ര മനുഷ്യരുണ്ട്? കേൾവിക്ക് വേണ്ടി അതിൻ്റെതായ കേൾവിയുടേതായ ശ്രവണ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട്? ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത എത്ര മനുഷ്യരുണ്ട്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന സമഅ, സൂറത്തുൽ ഇസ്രായിൽ പറയാണ് കേൾവി, വൽ ബസറ കാഴ്ച, വൽ ഫുആദ ഹൃദയം ചിന്താശേഷി, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇത് കിട്ടിയവനോട് ചോദിക്കും, എന്തൊക്കെ ചെയ്തു? ഇത് ശ്രദ്ധിക്കാതെ പോയ പല ആളുകളുടെയും ജീവിതത്തിന്റെ അവസാന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പരലോകത്ത് അവർ വരികയാണ്. പരലോകത്ത് മനുഷ്യന്മാർ വന്നിട്ട് അവരുടെ മുമ്പിൽ ലഭിക്കപ്പെട്ട സാരോപദേശങ്ങൾ കേൾക്കാൻ ശ്രമിക്കാത്തവർ, അള്ളാന്റെ കലാമ് പഠിക്കാതെ പോയവർ, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാക്കാതെ പോയവർ, വഖാലൂ, നരകക്കാര് പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ അന്ന് ആ ഉപദേശങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ വെന്തെരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഈ വിലാപങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള മഹത്തരമായ ഈ അവസരം, അള്ളാഹുവിൻ്റെ ദീന് അത് കേൾക്കാനും പഠിക്കാനും അറിയാനും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ട നാട്ടിൽ നമ്മളാരും മിണ്ടാതിരിക്കേണ്ടവരല്ല, പരസ്പരം തുറന്നു പറയേണ്ടതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാന്റെ അടുത്ത് ദീനായി മതമായിട്ടുള്ളത് ഇസ്ലാമാണ്. ومن يبتغي غير الاسلام دينا فلن يقبل منه, ഇസ്ലാം അല്ലാത്ത ഒരു മതം ഒരു മനുഷ്യൻ മതമായി സ്വീകരിച്ചാൽ പരലോകത്ത് അത് സ്വീകരിക്കപ്പെടൂല, അത് തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായും ദീനാകുന്ന മതമാകുന്ന ഇസ്ലാമിന് ചില സവിശേഷതകളുണ്ട്. അത് അയാൾ തിരിച്ചറിയണം. അതെന്താ പ്രത്യേകത? റളീതു ബില്ലാഹി റബ്ബാ, റബ്ബിനെ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നത്, വബിൽ ഇസ്ലാമി ദീനാ, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്നത്, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാ, അവസാനത്തെ പ്രവാചകനെ അല്ലാഹുവിന്റെ ദൂതനായി അംഗീകരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണാണ്. അവൻ ആ മതത്തിനെ ശരിക്ക് പഠിക്കണം, ഉൾക്കൊള്ളണം. ആ മതത്തിന്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അവസാനമായി നബിതങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് പറഞ്ഞ വാക്കുണ്ട്, അന്നിറങ്ങിയ ആയത്തുണ്ട്. അതേതാ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇതിൽ ചേർക്കാല്ല, ഇതിൽ തുന്നി ചേർക്കാനല്ല, ഇതിലേക്ക് കൂട്ടാനല്ല, ഇതൊന്നും കുറക്കാനല്ല. ഒരു മനുഷ്യന്റെ ജീവിതവും മരണവും മരണാനന്തരമടക്കമുള്ള എല്ലാം ബാധിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള എല്ലാം അവന് കൊടുത്തിരിക്കുകയാണ്.
അവന്റെ മലമൂത്ര വിസർജന മര്യാദ വരെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. ദീന് വേഷവിധാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അനന്തരാവകാശ നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമാകുന്ന ദീനിന്റെ പ്രത്യേകത ഇത് പൂർണ്ണമായ മതമാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് ഇതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇവിടുന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ പൂർണ്ണമായ ദീന്, ഈ ഇസ്ലാമാകുന്ന അള്ളാഹുവിൻ്റെ ദൈവികമായ ഇന്ന് ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഈ മതത്തെ ശരിയാവണ്ണം മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും എത്രമാത്രം ശരിക്ക് ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുമല്ലോ. ഇന്നലെ വരെ നമ്മുടെ കൂടെ മീറ്റിങ്ങുകളിലും പ്രവർത്തനങ്ങളിലും പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്ന തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് നമ്മുടെ സഹപ്രവർത്തകൻ അർഷിദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇന്ന് കുളത്തിൽ വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരനായ ആ വിദ്യാർത്ഥിയുടെ ബാപ്പാക്ക് ഉമ്മാക്ക് കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. മനുഷ്യൻ ഈ ലോകത്തുനിന്ന് അവൻ അറിയാതെ ഒരു സമയത്ത് ഇവിടുന്ന് പടിയിറങ്ങണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കുന്നതാണ്. ജീവിതം എത്ര സത്യമാണ്, നമ്മുടെ ജോലി എത്ര സത്യമാണ്, നമ്മുടെ കുടുംബം എത്ര സത്യമാണ്, ആകാശ ഭൂമി ലോകം എത്ര സത്യമാണോ അതുപോലെ ഞാനും നിങ്ങളും മരിക്കുമെന്നത് സത്യമാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പറയുക നബിയെ, മലക്കുൽ മൗത്ത് വന്ന് അവരുടെ സമയമാകുമ്പോൾ ഏറ്റെടുക്കുന്നതാണ്. ഒരാൾക്കും അവധി നീട്ടിക്കൊടുക്കൂല, ഒരാൾക്കും സമയം പിറകോട്ട് മാറ്റിക്കൊടുക്കൂല, ഒരാളെയും നേരത്തെ റൂഹെടുത്ത് കൊണ്ടുപോകൂല. ഇവിടെ എത്ര നല്ലത് ചെയ്താലും, എത്ര സ്വാലിഹായാലും, എത്ര മുന്തിയ മനുഷ്യനായാലും മരണത്തിന്റെ സമയം വന്നാൽ അവൻ മരിക്കും. എന്താ തെളിവ്? ലോകത്തിന്റെ ഗുരു മദീനയിൽ ഷറഫാക്കപ്പെട്ട ആ ശരീരം ഇന്നും ലോകത്ത് ബർസഖിലാണല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യപ്രവാചകൻ പോലും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അറബി കവികൾ പറയാറുണ്ട്, ലൗകാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയാ. ഈ ലോകത്തൊരു മനുഷ്യൻ മരിക്കാതെ ജീവിക്കാനുള്ള അവകാശമുണ്ടായിരുന്നെങ്കിൽ ഇന്നും ലോകത്തിന്റെ വിധങ്ങൾ ഹയ്യായി ബാക്കിയാകുമായിരുന്നു. അപ്രവാചകൻ പോലും ലോകത്തോട് വിട പറഞ്ഞു. മനുഷ്യൻ ഈ ലോകത്തുനിന്ന് പടിയിറങ്ങും. ഒരു ദിവസം അവൻ ഈ ലോകത്തുനിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു രംഗമുണ്ട്. അന്ന് അവന്റെ മുമ്പിലേക്ക് മരണം വരുമ്പോ ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. 60-70 ആയുസ് കൂട്ടിയ മനുഷ്യൻ ചിന്തിക്കണില്ല, ഞാൻ എവിടേക്കാ പോണത്, ഞാൻ ജീവിതത്തിൽ എന്താണ് എൻ്റെ ലക്ഷ്യം, എന്നെ പടച്ചോൻ എന്തിനാ പടച്ചത്, ഞാൻ എന്തിനാണ് ഈ മക്കരപ്പറമ്പയിൽ അല്ലാഹു തആല എനിക്ക് ജീവിതം തന്നത്, എന്തിനാണ് ഞാൻ ഈ കോലത്തിൽ ജീവിച്ച് ഞാൻ എവിടേക്കാണ് പോണത്, അവസാനം ഞാൻ ഇവിടെ നിന്ന് കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഇറങ്ങിപ്പോയാ പിന്നെ എൻ്റെ ജീവിതം എന്താണ്? ആദ്യം പഠിക്കണം. ഇത് ദുനിയാവാണ്, ഇതൊരു പരീക്ഷണശാലയാണ്, ഇതൊരു ജീവിതത്തിന്റെ ഒരു സ്റ്റേജാണ്. ഇവിടെ നിന്ന് ഏത് സമയത്തും നമ്മൾ ഇറങ്ങും. മരണത്തിന്റെ സമയമാകുമ്പോൾ അവൻ പറയും, റബ്ബി ഇർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരുമോ, എനിക്ക് നന്നാവാൻ ഇപ്പൊ തോന്നുന്നുണ്ട്. നമ്മൾ കേൾക്കാനും പഠിക്കാനും ചോദിച്ചറിയാനും ഒക്കെ സന്നദ്ധരാകേണ്ടവരാണ്. ദീൻ എന്നത് അല്ലാഹു തആല പൂർത്തീകരിച്ച് തന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവാകുന്ന ഈ അവസരം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തൽ അവസരങ്ങളെ ശരിപ്പെടുത്താതെ പോയ മനുഷ്യന്മാർ മരിക്കുന്ന സമയത്ത് പോലും വിലാപം കൊണ്ട് ഖേദിച്ചവൻ പറയുന്നുണ്ട്, റബ്ബി ഇർജിഊൻ, പടച്ചോനെ എന്നെ ഒന്നുകൂടി മടക്കി തരുമോ. എന്തിനാ? പന്തളിക്കാനാ? അല്ല. വലിയ നേതാവാകാനാ? അല്ല.
കുറച്ചും കൂടി സിഗരറ്റും MDMA ഹാൻഡ്സ് ഒക്കെ വലിച്ച് അങ്ങനെ കുറച്ച് സുഖിപ്പിക്കാനാ? അല്ല, എനിക്ക് എന്താ ആഗ്രഹമുള്ളതെന്നറിയോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ വിട്ടേച്ചു പോയ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഇനി സന്നദ്ധനാണ്. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ട്, ഇനി ഞാനത് ചെയ്യാൻ തയ്യാറാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊക്കെ വെറുതെ പറയുന്ന വാക്കാണ്, ഒരിക്കലും അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചെയ്യാൻ പോണില്ല. അവൻക്കിനി എത്ര കൊല്ലം കൊടുത്താലും അവൻ വീണ്ടും പഴയ പടിയിലേക്ക് പോകുന്നതാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി അവന് പിറകിലേക്ക് ബർസഖാകുന്ന ഒരു ലോകമാണ് അവനെ തുറക്കാൻ പോകുന്നത്. പരലോകത്ത് മനുഷ്യരെ നമ്മുടെ വീടല്ല കൊണ്ടുപോകുന്നില്ലല്ലോ, നമ്മുടെ സ്വർണം കൊണ്ടുപോകുന്നില്ലല്ലോ, നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടുപോകുന്നില്ല. മനുഷ്യ, നിന്റെ കർമ്മങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യന്റെ ജനാസ ഇവിടുന്ന് പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ മക്കരപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ മൂന്ന് കാര്യങ്ങളാ കൊണ്ടുപോണത്. 3 കാര്യങ്ങളാണ് പിന്നാലെ കടന്നു പോകുന്നത്. ആർക്കാ സംശയമുള്ളത്? അഹ്ലുഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാര്, വമാലുഹു, അദ്ദേഹത്തിന്റെ സമ്പാദ്യമായ മക്കളും പ്രവർത്തകന്മാരും ശിഷ്യന്മാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കൂടെയുണ്ടാകും. ഫയർജിഉ ഇസ്നാൻ, അതിൽ നിന്ന് 2 മടങ്ങിപ്പോരുന്നതാണ്. ഫയബ്ഖാ അമലുഹു, അമല് മാത്രം അവന്റെ കൂടെ ബാക്കിയാകും. അതിലുണ്ടാവണം നിസ്കാരം, അതിൽ വേണം സദഖ, അതിൽ ഖുർആൻ പാരായണം ഉണ്ടാവണം, അതിൽ ദഅവത്ത് ഉണ്ടാവണം, അതിൽ രോഗിനെ സന്ദർശിച്ചതുണ്ടാവണം, ഖബർ സിയാറത്ത് ചെയ്തതുണ്ടാവണം, സ്വലാത്ത് ചൊല്ലിയതുണ്ടാവണം, ദിക്റുണ്ടാവണം, ഒരുപാട് നന്മകളുടെ കൂമ്പാരം ഉണ്ടാകണം. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ, പരലോകത്ത് മനുഷ്യരെ തൂക്കി നോക്കുന്നത് അവന്റെ കർമ്മത്തിനെ കുറിച്ചാണ്, അവന്റെ അമലുകളാണ് അവിടെ തൂക്കി നോക്കുന്നത്. ഫമൻ സഖലത് മവാസീനു ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെയെങ്കിലും തുലാസിൽ കനപ്പെടുന്ന അമലുകൾ കൊണ്ട് കനമുണ്ടെങ്കിൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരായിരിക്കും വിജയിക്കുന്ന ആളുകൾ. വേറുള്ളതൊക്കെ ദുനിയാവിൽ നമുക്ക് പറയാം, ഇത്ര കുട്ടികളുണ്ട്, ഇന്ന ജോലിയുണ്ട്, ഞാൻ ഇന്ന സ്ഥാനത്തുള്ളതാണ്, കെപ്പിനെ പരിചയമുണ്ട്, ഞാൻ MLA ആളാണ്, ഇതൊക്കെ പറയാൻ ദുനിയാവിൽ പറ്റും. പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഫമൻ സഖലത് മവാസീനു, തൂക്കി നോക്കുന്ന അവന്റെ കർമ്മരേഖ കനം കൂടിയാൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവര്. എന്നാൽ അവിടെ ചെന്ന് തന്റെ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ അവൻ ഖഫ്ഫത് മവാസീനു, തുലാസിലെ കർമ്മങ്ങൾ അമലുകൾ വളരെ കുറഞ്ഞു പോയാൽ ഫൗലായികല്ലദീന ഖസിറു അൻഫുസഹും, അവർ സ്വയം നഷ്ടം സംഭവിച്ചവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, അവരെവിടെയാ? അവർ നരകത്തിലാണ് പോകുന്നത്. അവർ ശാശ്വതരായി നരകാവകാശികളായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ ഭയപ്പെടണം. ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. 23 കൊല്ലം കാലം കൊണ്ട് നബിതങ്ങൾക്ക് വന്നു കിട്ടിയ വഹയാണ്. നബിതങ്ങൾ ഒറ്റക്കുണ്ടാക്കിയതല്ല, മക്കക്കാര് കൂടിയാലോചിച്ച് എഴുതിണ്ടാക്കിയതല്ല, ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് കുറച്ച് സാഹിത്യം പഠിച്ച് വന്ന് എഴുതിണ്ടാക്കിയതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയാണ്. ജിബ്രീൽ എന്ന മലക്ക് മുഖാന്തിരം ഈ ലോകത്തിന് കൊടുത്ത സന്ദേശമാണ്. ഇത് ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമുള്ള നിയമമല്ല, അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന സന്മാർഗം ആ നാട്ടിലെ എല്ലാവർക്കും ബാധകമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗമാണ്. ഈ സന്മാർഗം പിൻപറ്റുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഈ സന്മാർഗം പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് തന്റെ കർമ്മങ്ങൾ പരിശോധിക്കുക. ഞാൻ നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള അമലുകൾ തയ്യാറാക്കി വെച്ചോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സ്വയം ഒന്ന് അന്വേഷിക്കുക. എൻ്റെ കർമ്മങ്ങൾ എന്താ അവസ്ഥ? എൻ്റെ ഖബർ എന്തായി മാറും? എൻ്റെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ എന്തുണ്ടാകും? എൻ്റെ വിശ്വാസം എന്താ അവസ്ഥ? എൻ്റെ അമലുകളൊക്കെ എന്താണ്? സുന്നത്തിനോട് യോജിച്ചാണോ? എൻ്റെ കർമ്മങ്ങൾ സുന്നത്തുമായി ബന്ധപ്പെട്ടതാണോ? എൻ്റെ ഈമാൻ തൗഹീദുമായി ബന്ധപ്പെട്ടതാണോ? അത് ഉറപ്പ് വരുത്താൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പരലോക കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു ബാപ്പയും ഉമ്മയും പ്രാസ്ഥാനികരും നേതാക്കന്മാരും ഒരാളും സഹായിക്കാൻ വരാത്ത ഒരു ലോകമാണ്. സ്വന്തം ബാപ്പയും ഉമ്മയും മക്കളും കുടുംബവും ഒക്കെ ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കി നടക്കുന്ന ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഓരോരുത്തരും അവനവന്റെ കാര്യം മാത്രം നോക്കുന്നൊരു പരലോകം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മക്കരപ്പറമ്പുകാരെ, നിങ്ങളോട് സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ, ഗുണകാംക്ഷയോടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം, നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാം, ഫോണിൽ ആവശ്യമാണെങ്കിൽ സേവ് ചെയ്യാം. ഒന്നും പറയാനില്ല. അല്ലാഹുവിന്റെ ദീനിൽ, ഇസ്ലാമിൽ എന്താണ് നമ്മുടെ വിശ്വാസം, എന്തായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാവണം, നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം, നമ്മുടെ ദീൻ എന്ത് രൂപത്തിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന ഏറ്റവും ചുരുങ്ങിയ സംസാരമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം ഏതാണ്? തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അള്ളാഹിന്റെ ഖുർആനിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന വിഷയം. അതാണ്. നബി മാത്രമല്ല, മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം ഏറ്റവും അധികം ജനങ്ങളോട് സംസാരിച്ചത് വലഖദ് അർസൽനാ മിൻ ഖബ്ലിക. നബിയെ, താങ്കളും താങ്കളുടെ മുമ്പുണ്ടായിരുന്ന നബിമാരുമൊക്കെ പറഞ്ഞിരിക്കുന്നത്, ക്ഷണിച്ചിരിക്കുന്നത്, അവർക്ക് വഹി കൊടുത്തിരിക്കുന്നത് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, എന്നെ ആരാധിക്കണം എന്നാണ് എല്ലാ നബിമാരോടും പറഞ്ഞിരിക്കുന്നത്. എല്ലാ നബിമാരും നാട്ടിൽ പോയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം തൗഹീദാണ്. ആളുകൾ ഇപ്പോഴും ചോദിക്കും, നിങ്ങളൊക്കെ എപ്പോഴും മൈക്ക് കെട്ടി വയല് പറയുന്നത് ഇതന്നെയാണോ പറയുന്നത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ നബി അല്ലല്ലോ, ആദ്യത്തെ റസൂലായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ നൂഹ് നബിനെ പറ്റിയിട്ട്. നൂഹ് നബി 950 കൊല്ലം 950 കൊല്ലം ഒരു നാട്ടിൽ ഇറങ്ങിയിട്ട് പറഞ്ഞതെന്താ? എങ്ങനെയാ പറഞ്ഞത്? അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഞാൻ പറയുന്ന കാര്യം ഒരു നബി എന്ന നിലക്ക് നിങ്ങൾ എന്നെ അനുസരിക്കണം. എങ്ങനെ പറഞ്ഞത്? ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. രാത്രി പോണോടത്ത് രാത്രി പോയി പറയും, പകല് കാണാൻ പറ്റുന്നവരെ പകല് പോയി സംസാരിക്കും. സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറാ. ഉറക്കെ പറയാൻ പറ്റുന്നിടത്ത് ഉറക്കെ പറഞ്ഞു കൊടുക്കും. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ. പരസ്യമാകാൻ പറ്റുന്നിടത്ത് പരസ്യമായി, രഹസ്യമാക്കാൻ പറ്റുന്നിടത്ത് രഹസ്യമാക്കി അവരോട് പറയാൻ തുടങ്ങി. എന്താ പറയുന്നത്? നിങ്ങളുടെ നാട്ടിലുള്ള വദ്ദിനെയും സുവാഇനെയും യഗൂത്തിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഓലൊക്കെ നല്ലവരാണ്, മഹാന്മാരാണ്, സ്വാലിഹീങ്ങളാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. പ്രിയപ്പെട്ട മക്കരപ്പറമ്പുകാരെ, നിങ്ങളുടെ വീട്ടിലുള്ള പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അതിലെ സൂറത്ത് നൂഹ് എന്ന് പറയുന്ന അധ്യായം നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുടെ പരിഭാഷയെടുത്തൊന്ന് വായിച്ചു നോക്കണം. മുജാഹിദിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന, കൃത്യമായി എഴുതി പുറത്തിറക്കപ്പെട്ട അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്തൊന്ന് അർത്ഥം വെച്ച് വായിച്ചു നോക്ക്. നൂഹ് നബി തന്റെ ജനങ്ങളോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോൾ, ഇതൊന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, ഈ പണിയൊക്കെ അവസാനിപ്പിച്ചോ, ഈ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചോ, എന്നിട്ട് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഇന്നഹു കാന ഗഫാറാ. അല്ലാഹ് പാപം പൊറുക്കുന്നവനാണ്. അല്ലാഹ് പശ്ചാത്തപിച്ച പശ്ചാത്തലം സ്വീകരിക്കുന്നവനാണ്.
അപ്പൊ നാട്ടിലുള്ള ജനങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ സംസാരം കേട്ടപ്പോ നാട്ടിലുള്ള ജനങ്ങൾ പറഞ്ഞു, വഖാലു, അവര് പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ. നൂഹ് പറയുന്ന വാക്ക് കേട്ടിട്ട് നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കണ്ട, സുവാഇനെ വിടണ്ട, യഗൂസിനെ ഒഴിവാക്കണ്ട, നമുക്ക് അവനെ ആരാധിച്ചാൽ മതി. ഇതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം എന്ന ഒറ്റയാൾ അവരോട് പറഞ്ഞു, അല്ലാഹുവിനേക്കാൾ ഗൗരവമാണോ മനുഷ്യന്മാർക്ക്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ അല്ലാഹ്ക്ക് എന്താണ് ഒരു ഗാംഭീര്യം കാണാത്തത്? ഈ ശ്വസിക്കുന്ന ശ്വാസം, ശരീരത്തിന്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം, ഈ ശരീരത്തിന്റെ ആമാശയം, കിഡ്നി, ഹൃദയം, ഓരോ അവയവങ്ങൾ മാത്രം എടുത്തൊന്ന് പരിശോധിക്ക് പ്രിയപ്പെട്ടവരെ. ആരാത് തന്നത്? അല്ലാഹുല്ലദീ ഖലഖക്കും. അല്ലയാണ് നിങ്ങളെ പടച്ചത്. സംശയമില്ലല്ലോ, ഈ നാട്ടിൽ ഒരാൾക്ക് അഭിപ്രായമില്ലല്ലോ. സുമ്മ റസഖക്കും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക് തന്നതും അവനാണല്ലോ. സുമ്മ യുമീതുക്കും, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. സുമ്മ യുഹയീക്കും, പിന്നെ ജീവിപ്പിക്കുന്നതും അവനാണ്. ഈ പടച്ചോനെ ആരാധിക്കണമെന്നാണ് എല്ലാ അമ്പിയാക്കന്മാർക്കും പറയാനുള്ളത്. സൂറത്ത് ശുഅറാ വായിച്ചു നോക്ക്, അമ്പിയാക്കന്മാരെ ചരിത്രം പറയാണ്. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. സ്വാലിഹ് നബി, ശുഐബ് നബി, ഹൂദ് നബി, ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞത് എല്ലാ നബിമാരും നാട്ടിൽ പോയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ആശയം വേറെ പലതോടെ ഉണ്ട്. അതൊക്കെ അതിന്റെ സമയത്ത് പറയുന്നുണ്ട്. മുഖ്യമായ സംസാരം തൗഹീദിലേക്ക്. എന്തിന്? മകനെന്നോ വാപ്പെന്നോ ഉമ്മെന്നോ ബന്ധം നോക്കാതെ, ഭാര്യയെന്നോ നോക്കാതെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനുള്ള കാരണം എന്താ? തൗഹീദ് സ്വീകരിച്ചില്ല. നബിമാരുടെ ഭാര്യമാരെ കഥ പറയും. എന്റെ അർത്ഥമല്ല. സൂറത്ത് തഹ്രീം ലൂത്ത് നബിന്റെ ഭാര്യനെ പറ്റി, നൂഹ് നബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞ വാക്കെന്താ അറിയോ? അവർ രണ്ടുപേരും നല്ലവരായ രണ്ട് അടിമകളുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു. പക്ഷെ അവരോട് വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലിൻ, നരകത്ത് പ്രവേശിക്കാൻ പറയും. ഞങ്ങൾ നബിന്റെ ഭാര്യമാരെ കിട്ടൂല. തൗഹീദ് സ്വീകരിക്കുക, ഏകനായ റബ്ബിനെ ആരാധിച്ച് ജീവിച്ചോൻകേ സ്വർഗത്തിലെത്താൻ. ഇബ്രാഹിം നബി വാപ്പകാരണവന്മാരുടെ മാർഗം സ്വീകരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഇബ്രാഹിം നബിന്റെ വാപ്പ വിഗ്രഹാരാധകനായിരുന്നു. ഞാനിവിടെ പലതും നടക്കും, ഞാൻ ഇവിടെ പല വാളുകളും കേൾക്കും, പക്ഷേ ഞാൻ എൻ്റെ വാപ്പക്കാരനോമാരൊക്കെ ചെയ്തതുപോലെ പോകുകയാണെന്ന് ഇബ്രാഹിം നബി തീരുമാനിച്ചാൽ ഇബ്രാഹിം നബി എങ്ങോട്ടാ പോകുക? ഫസ്റ്റ് വിഗ്രഹം എടുക്കണം. ആദ്യം ഇബ്രാഹിം നബി എടുക്കേണ്ടിയിരുന്നു. എന്തേ? വാപ്പ വിഗ്രഹാരാധകനായിരുന്നു, വിൽക്കുന്ന ആളായിരുന്നു, ഉണ്ടാക്കുന്ന ആളായിരുന്നു, അതിന്റെ പ്രചാരകനായിരുന്നു. പക്ഷേ അള്ളാഹിന്റെ വഹി വന്നു, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നുള്ള തീരുമാനം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് എന്താ പറയണത്? ഞാൻ വാപ്പ കാരണവന്മാരൊക്കെ ചെയ്യുന്നത് ചെയ്യാമെന്നതാണ് എന്നല്ല വാപ്പാനോട്. യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, സ്നേഹത്തോടെ വിളിച്ചിട്ടാ പറയണത്. പ്രിയപ്പെട്ട വാപ്പാ, ലാ ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്തവരെ എന്തിനാ വാപ്പാരാധിക്കുന്നത്? ഇതാണ് നമുക്ക് ഇന്ന് ചോദിക്കാനുള്ളത്. നമുക്ക് ഇന്ന് ഉച്ചയിസ്തരം കേരളത്തിന്റെ തെരുവുകളിൽ ചോദിക്കാനുള്ളത്, നിങ്ങളെ ലോകത്ത് മനുഷ്യരെ അല്ലാഹ് പടച്ചിരിക്കുന്നത് അല്ലാഹനെ ആരാധിക്കാനാണ്. നിങ്ങളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പല വസ്തുക്കൾ എത്ര മുന്തിയവരായിക്കോട്ടെ, ഈസാ നബിനെ നമുക്ക് ആരാധിക്കാൻ പറ്റൂല. ഈസാ നബി എത്ര നല്ലൊരു പ്രവാചകനാണ്, സൃഷ്ടിയാണ്. ഇബ്രാഹിം നബിന്റെ പേര് പറയാത്തൊരു നിസ്കാരം ഫുള്ളാകുന്നുണ്ടോ? ഇബ്രാഹിം നബിനെ നമുക്ക് ആരാധിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബി സൃഷ്ടിയാണ്, നബിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? സൃഷ്ടിയാണ്, പ്രവാചകനാണ്. പിന്നെ ആരെ നമ്മൾ ആരാധിക്കുക? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം. ഖുർആനിലെ
ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ആയത്തുൽ കുർസി. അല്ലാഹുവാണ്, ലാ ഇലാഹ, അവനല്ലാതെ ഇലാഹില്ല. ഇത് കെട്ടിത്തൂക്കിയാ പോരാ, ഇതിങ്ങനെ സ്റ്റിക്കറാക്കി വെച്ചാ പോരാ. അതിന്റെ ആശയം എന്താ? ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന സർവ്വനിയന്താവായ ഇലാഹ് അള്ളയാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ഇല്ലാത്തവനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അവനുള്ളതാണ്. അങ്ങനെ ഒരാൾ വടണ്ടോ? അതുകൊണ്ട് അമ്പിയാക്കന്മാരെ ആരാധിക്കാൻ പാടില്ല, കല്ലുകളെ ആരാധിക്കാൻ പറ്റില്ല, മക്ബറകളെ ആരാധിക്കാൻ പറ്റൂല, ചെടികളെ ആരാധിക്കാൻ പറ്റൂല, സ്വാലിഹീങ്ങളെ ആരാധിക്കാൻ പറ്റൂല. ഇതാണ് തൗഹീദ്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഒന്ന് വായിച്ചു നോക്ക്. അർ-റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ, 4-ാമത്തെ ആയത്ത് കഴിഞ്ഞ് 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 17 തവണ മനസ്സ് തട്ടിയിട്ട് നമ്മൾ പറഞ്ഞ വാക്കാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് CM മടവൂരേ എന്റെ തുണയല്ലാതെ ഞങ്ങൾക്ക് തുണല്ല, മുഹിയുദ്ദീൻ ശൈഖേ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, അമ്പുറന്തങ്ങളെ ഞങ്ങളുടെ പ്രതിസന്ധി തീർക്കണേ, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കഴിഞ്ഞ റമദാനിന്റെ 17-ലും കഴിഞ്ഞ റമദാനിന്റെ 27-ാം രാവുകളിലും നമ്മുടെ ജില്ലയുടെ പല സ്ഥലങ്ങളിലും കേട്ട ശബ്ദം എന്തായിരുന്നു? ബദരീങ്ങളെ, ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം തന്നത്. അവരൊക്കെ എന്തിനാണ് യുദ്ധം ചെയ്തിരുന്നത്? അവർ യുദ്ധം ചെയ്തത് ബദരീങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് യുദ്ധത്തിന് പോയത്. അവരുടെ മരണശേഷം മനുഷ്യർക്ക് പറ്റിയ അപരാധം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ മനുഷ്യരെ തന്നെ, ആ നല്ലവരായ ശുഹദാക്കന്മാരെ തന്നെ അറബിയിലും മലയാളത്തിലും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ആദ്യമായി അൽ ബഖറ സൂറത്തിന്റെ 21-ൽ ഒരു കൽപ്പന പറയാണ്. എന്താ കൽപ്പന? യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, എല്ലാ സർവ്വ മനുഷ്യർക്കുമുള്ളതാണ് ഈ ഖുർആൻ, ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് ഈ ഗ്രന്ഥം. ഇതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കണം, ഇതിന്റെ ആശയം അവർ പഠിക്കണം. ഈ ഖുർആൻ എന്ന് പറഞ്ഞത് ഹുദൽ ലിന്നാസ്, സർവ്വ മനുഷ്യർക്കുമുള്ള സന്മാർഗ്ഗമാണ്. ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ളതല്ല, മുസ്ലിങ്ങൾ മാത്രം കാണാതെ സൂക്ഷിക്കേണ്ട ഒന്നല്ല. ഇത് സകല മനുഷ്യർക്കും ഇതിന്റെ സന്ദേശം കിട്ടണം. അത് പുസ്തകത്തിലൂടെ ആയാലും പരിഭാഷയിലൂടെ ആയാലും പ്രഭാഷണത്തിലൂടെ ആയാലും ഇത് സർവ്വ മനുഷ്യർക്കുമുള്ള സന്മാർഗമാണ്. ആ സന്മാർഗ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. കഴിഞ്ഞു. ബട്ട് ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ വരൂല. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുണ്ടായവരെയും സൃഷ്ടിച്ചത് ആരാണോ അവനെ ആരാധിക്കണം. ആകാശം പടച്ചതാരാ, ഭൂമി പടച്ചതാരാ, നക്ഷത്രങ്ങളെ സംവിധാനിച്ചതാരാ, നമ്മുടെ മാതാവിനെ പിതാവിനെ അതിന്റെ മേലേക്കുള്ള നൂറ്റാണ്ടുകളുടെ തലമുറകളെ ഈ ലോകത്ത് തന്നതാരാ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേര് പറയാൻ പറ്റുമോ? ആരുമല്ല. അമ്പിയാക്കന്മാരെ സൃഷ്ടിച്ചതാരാ? അള്ളയാണ്. ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹ് കാണുന്ന പോലെ കാണും, അല്ലാഹ് കേൾക്കുന്ന പോലെ കേൾക്കും. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന പോലെ ഇന്നാളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. എന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ! അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിന് നേർവിപരീതമായി ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആരാധനയുടെ എല്ലാ ഘടകങ്ങളും അള്ളാഹ്ക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന.
ആരാധന എന്നതിൻ്റെ ഏറ്റവും അടിത്തറയാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പടച്ച റബ്ബിനോട്. അത് ആരാധനയാണ്. നേർച്ച വഴിപാടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത്? റബ്ബിന്. ബലികർമ്മങ്ങൾ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇങ്ങനെ ആരാധനയുടെ ഏത് ഇനങ്ങൾ വന്നാലും അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക. അതാണ് തൗഹീദ്. അവിടെയാണ് മനുഷ്യർ ഇന്ന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചത്. ഇതിലേറ്റവും പ്രധാനത്തോടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് എന്തെല്ലാം അർത്ഥങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലൂടെ മൈക്കിലൂടെ ബോക്സിലൂടെ പാടുന്ന വരികൾ എവിടേക്കായിരുന്നു അർത്ഥം വെച്ച് നോക്കി. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുന്ന നബിയെ നിങ്ങൾക്ക് സലാം. പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് സലാം. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ ഹസൻതു ളന്നി യാ ബശീറു യാ നദീറു. അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ. അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയെ. എനിക്കെന്താ വേണ്ടത്? ഫദ്ലകൽ ജമ്മൽ ഗഫീർ, പാവങ്ങൾ പുറത്തു തരണം നബിയെ. അറബി ആയതുകൊണ്ട് പലർക്കും ഇത് അർത്ഥം അറിയില്ല. പാവങ്ങൾ ഇങ്ങനെ ഇത് പാട്ടല്ലേ എന്ന് വിചാരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ വന്നപ്പോ നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികളിൽ ജീലാനി ദിനത്തിന്റെ ആഘോഷം ആരംഭിച്ചപ്പോ ഏത് പേരാ വിളിച്ചത്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അള്ളാന്റെ ഖുർആനിലുണ്ട്, പള്ളി ദർശന കിതാബിൽ ഇതുണ്ട്, പള്ളിയിൽ വെച്ച ഖുർആനിൽ തിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ വെച്ചിട്ട് ആ പള്ളിയിൽ നിന്നാണ് യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് കുത്തുബിയ്യത്തെടുത്ത് ഓതിയിട്ട് ആരെയാണ് വിളിക്കുന്നത്? യാ അല്ലാഹ് എന്നാണോ? യാ റഹ്മാൻ എന്നാണോ? യാ ഗഫൂർ എന്നാണോ? അല്ല. ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് ഒരുപാട് ഇസ്ലാമികമായി സേവനം ചെയ്ത മഹാപണ്ഡിതനായ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കേരളക്കാരായ നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിച്ചാൽ 1000 തവണ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന വിശ്വാസം അവരെ പഠിപ്പിച്ചു. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരത് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞു കൊടുത്തത് എന്താ? വല്ലേ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. മുഹയ്യദ്ദീൻ ശൈഖിനെ കേരളത്തിന്റെ ലോകത്തിന്റെ എവിടെങ്കിലും ഒരു കോണിൽ നിന്ന് വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. എവിടുന്ന് വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുന്ന അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ മുഹയ്യദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞ കിതാബിൽ ഇത് കേട്ടു. സാധുക്കളായ ജനങ്ങൾ അത് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മുഹയ്യദ്ദീൻ ശൈഖിന് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണാൻ പറ്റുമോ? അപ്പോൾ അതിന് മറുപടി ഉണ്ട്. പറ്റും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. വീട്ടിൽ പോയിട്ട് വായിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നേലും കിട്ടുമെങ്കിൽ അന്വേഷിച്ച് നോക്കും. മുഹയ്യദ്ദീൻ മാലന്റെ കിതാബ് കിട്ടുമെങ്കിൽ ആർക്കും പഠിക്കാലോ, ആർക്കും പഠിച്ചോക്കാം. എന്താ പറഞ്ഞ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ. നമ്മുടെ ഒരു കുപ്പിക്കകത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു മീനോ സാധനോ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ കാണുന്ന പോലെ മുഹയ്യദ്ദീൻ ശൈഖ് നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ശൈഖ് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് അള്ളാന്റെ ഖുർആൻ അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ളതെല്ലാം അറിയുന്നത് അള്ളയാണ് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അവിടെ തന്നെ പോയി
പിന്നെ മുഹീദ്ദീൻ ശൈഖിന് എല്ലാം ഉണ്ടാക്കാൻ പറ്റും? എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ആകെന്ന് ചൊല്ലുകില്ലാകുമാതെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് ഒരു വസ്തുവിനോട് ഉണ്ടാകൂന്ന് പറഞ്ഞാൽ മതി, അത് ഉണ്ടായിത്തീരുന്നതാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഖുർആൻ പറഞ്ഞത് അങ്ങനല്ലല്ലോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നമ്മൾ 3ാം ക്ലാസ്സിൽ നിന്ന് കാണാതെ പഠിച്ച യാസീൻ സൂറത്ത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകും. അത് അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. ഇത് മനുഷ്യന്മാർക്കുണ്ട് എന്ന് വാദിക്കുകയാണ് ഈ കിതാബുകളിലൂടെ. മുഹീദ്ദീൻ മാലയിലും കുത്തുബിയ്യത്തിലും ഒക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ശൈഖിനോടാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ റിഫായി റാത്തീബ് ആരംഭിക്കും. റിഫായി റാത്തീബ് ആരംഭിക്കുമ്പോൾ ആരെയാ വിളിക്കുന്നത്? ഒരു നബിനെയല്ല, അതുപോലും നമുക്ക് പറ്റൂല. ഒരു മനുഷ്യനെ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന റിഫായി ശൈഖിനെ കുറിച്ച് പറഞ്ഞ കള്ളക്കഥകളും കെട്ടുകഥകളും എഴുതിയുണ്ടാക്കിയിട്ട് ഇരുന്നേ ഇരുപ്പിലെ ആകാശം കണ്ടോവർ. മുഹീദ്ദീൻ ശൈഖ് നിലത്തങ്ങ് ഇരുന്നാൽ 7 ആകാശം കാണാൻ പറ്റുന്ന പഠിപ്പിച്ചു കൊടുക്കുന്നത്. റിഫായി ശൈഖ് ഇരുന്നേ ഇരുപ്പിന്നെ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയതെന്നോവർ. മുഹീദ്ദീൻ ശൈഖിനൊന്നും കഴിവില്ല മക്കളെ. റിഫായി ശൈഖ് ഇരുന്ന ഇരുപ്പിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ അറിയുന്ന പണ്ഡിതനാണ്. അതുകൊണ്ടാണ് ഇവർ ഈ പണി തുടങ്ങിയത്. അതുകൊണ്ട് റിഫായി ശൈഖ് വരണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയാ പോരാ, കുത്തറാത്തി പഠിത്തം. അത് ഞാനും നിങ്ങളും നടന്ന വിചാരിക്കൂല. അതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമ്മൾ കണ്ണിനും കാലിനൊക്കെ സ്പെഷ്യലിസ്റ്റുള്ള പോലെ കുത്തുബിയത്ത് പോലെ കുത്തറാത്തീബിന് സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് കത്തിയൊക്കെ എടുത്ത് വന്നിട്ട് ചാടി പൂരിട്ട് അത് കണ്ട് വരഞ്ഞ് കയറിയിട്ട് ഒരു വിളിയൊക്കെ ഉണ്ട്, ഷെയ്ഖ് അഹ്മദുൽ കബീർ അൽ റിഫായി എന്നൊക്കെ വിളിച്ച് കുട്ടികളോടൊന്നും നടത്താൻ പറ്റാത്ത പരിപാടി. ഞാൻ പറയാം, പച്ച ഷിയായിസത്തിനെ ഈ നാട്ടിലെ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഷെയ്ഖിനെ ഹാളിറാക്കിയിട്ട് പ്രയാസം മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന കുത്തറാത്തീബിൽ വിളിക്കുന്നത് ആരെന്ന് നിങ്ങൾ വിചാരിച്ച്? റിഫായി ഷെയ്ഖേ ഇവിടെ വന്നിട്ട് നിന്ന് ശരിയാക്കി തായോ എന്നാണ് പറയുന്നത്. അവിടുന്നെല്ലാം കഥകൾ മാറി. ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ കേട്ട് ബദരീങ്ങളെ വമ്പ്രന്തങ്ങളെ മുഹീദ്ദീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലൂടെ വാതോരാതെ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ അള്ളാഹനെ ആരാധിക്കണം എന്ന് പറയേണ്ട കേരള യാത്രകൾ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കേണ്ട കേരള യാത്രകൾ അവസാനിച്ചപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേച്ചു പോയത് നിങ്ങൾ കേട്ടുപോയോ? ആലോചിച്ചു നോക്കൂ, എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ആ സമൂഹത്തിന് ഇട്ടുകൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും സവിശേഷമായ പ്രധാനപ്പെട്ട ഗുണപാഠമാണ്. ഏത് പ്രതിസന്ധി വന്നപ്പോഴും അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. അത് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവോടാണ്, ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്, ഞങ്ങൾക്ക് സംഭവിച്ചു പോയി റബ്ബേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിലാകും. 18 കൊല്ലം രോഗം ബാധിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുത്തുബിയത്തും ഹദ്ദാദും റാത്തീബും ദണ്ണും വസൂരിയും അബിയും പ്രയാസമൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് 18 കൊല്ലം രോഗം ബാധിച്ചപ്പോൾ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹ അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, വല്ലാത്തൊരു വിപത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ് റബ്ബേ, എൻ്റെ ദണ്ണം പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ. ആ പ്രാർത്ഥന പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിനെ ബാധിച്ച പ്രയാസങ്ങൾ നാം നീക്കിക്കൊടുത്തു. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. രോഗം മാറാൻ പോകേണ്ടത് പടച്ചോന്റെ അടുത്തേക്കാണ്, മഖ്ബറയിലല്ല. രോഗം ബാധിച്ചു മരണപ്പെട്ടവരുടെ മഖ്ബറയിലേക്കല്ല. രോഗം മാറാൻ വേണ്ടി രോഗിയായ മനുഷ്യൻ പോണ്ടത് പടച്ചോന്റെ അടുത്തേക്ക്. രോഗം തരുന്നതും രോഗം ശിഫയാക്കുന്നതും പടച്ചോൻ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രയാസത്തിൽ പെട്ടു.
മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങി, ഇരുട്ടിൽ കുടുങ്ങി, കടലിന്റെ ഉള്ളിൽ കുടുങ്ങി. എവിടെ നിന്ന് ആരെയാണ്? ഇലാ ഹദ്റത്തി മുഹയ്യിദ്ദീൻ ശൈഖാണോ? ഇലാ ഹദ്റത്തി നൂഹ് നബിയാണോ? ഇതൊന്നും ഓൾക്ക് അറിയില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. ഇത് ഏതങ്ങാടിയിലും ഏത് നാട്ടുകാരോടും അള്ളാന്റെ ഖുർആൻ വെച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ അമ്പിയാക്കന്മാരുടെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് അതാണ്. ഇനി അതുമാത്രമല്ല, ആ പ്രവാചകന്മാരുടെ പേരെല്ലാം പഠിപ്പിച്ചിട്ട് ഏകദേശം 18 നബിമാരുടെ പേര് സൂറത്തുൽ അൻആമിന്റെ 90-ാമത്തെ ആയത്തിന് മുമ്പ് വരെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഉലൈകല്ലദീന ഹദല്ലാഹ്, അമ്പിയാക്കന്മാർ അല്ലാഹു സന്മാർഗം കൊടുത്തവരാണ്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റിക്കോളൂ. അതിലേക്ക് വാ, അത് നല്ല മാർഗമാണ്. നമ്മളൊക്കെ അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലാണ് പോണ്ടത്. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സങ്കടങ്ങൾ തീർത്തത് അള്ളാഹുവിലേക്കായിരുന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ, കാക്കണേ എന്ന് പ്രാർത്ഥിക്കണ മനുഷ്യന്മാര് ചിന്തിച്ചു നോക്കണം കേട്ടോ. ബദർ യുദ്ധത്തിൽ പുറപ്പെട്ട 313ഓളം ആളുകളിൽ നബിതങ്ങൾ ഉണ്ടായിരുന്നു നേതാവ്. മരണപ്പെട്ട 13ഓളം സ്വഹാബത്ത് ശുഹദാക്കന്മാരുണ്ടല്ലോ, 14 ആളുകൾ 8 മാറും. അതിൽ പങ്കെടുത്തവരെല്ലാം ഉണ്ടല്ലോ. അവർ ആ തലേ ദിവസം രാത്രിയിൽ സുജൂദിൽ കിടന്ന് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ആരോടാണെന്ന് പ്രാർത്ഥിച്ചത്? യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ബദരിൽ പങ്കെടുത്തവർ ആരോടാ പ്രാർത്ഥിച്ചത്? സൂറത്തുൽ അൻഫാൽ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദരിൽ നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ബദരീങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗാസ ചോദിച്ചപ്പോ അള്ളാഹ് അവരെ സഹായിച്ചു. നമ്മളോ ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. ഇതും പറഞ്ഞ് പഠിപ്പിച്ച് പാടിക്കൊണ്ടിരിക്കുക. അവര് പട്ടിണി കടന്ന് യുദ്ധം ചെയ്യാ, ഇവിടെ പോത്തർച്ചക്ക് തല്ലൂടുക. അടുത്തൊരു മഹല്ലില്, മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലില് വാമ്പൻ പോരാട്ടം നടക്കണം. ഒരു കുടുംബത്തിന് ഇറച്ചി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിന് നെയ്ച്ചോറും ഇറച്ചിയും കിട്ടാത്തതിന്റെ പേരിൽ മഹല്ലിൽ ഭയങ്കര പ്രശ്നം. അതിന്റെ ഓഡിയോസ് ഫോണിൽ കിടക്കുന്നുണ്ട്. യുദ്ധം നടന്നില്ല എന്ന് മാത്രമേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് ചർച്ച? അവിടെ പട്ടിണി കടന്ന് യുദ്ധം ചെയ്യാം. ഇവിടെ ചെമ്പിൽ വരട്ടിയിട്ട് ഇങ്ങനെ വരിക്ക് നിന്ന് കൊടുക്കുക, തിന്നിട്ട് കുടി പോയി കിടന്നുറങ്ങുക. എന്തെല്ലാം നിലക്കുള്ള അബദ്ധങ്ങൾ, തെറ്റിദ്ധാരണകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരൊക്കെ അടിമകളാണ്. എല്ലാവരും അടിമകളാണ്, എല്ലാവരും അടിമകളാണ്. നീ ഏത് സൃഷ്ടിനോട് ചോദിച്ചാലും നീയും ദുർബലനാണ്, ആ കബറ് കിടക്കണോടും ദുർബലനാണ്. ഒന്നും തരാൻ കഴിവില്ലാത്ത ഒരു ഈച്ച കൊണ്ടുപോകുന്ന ഭക്ഷണം പോലും തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ കഴിവില്ലാത്തവരാണ്.
സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനുമുള്ള തൗഹീദിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നാലാമത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, ആ മനുഷ്യന് പറ്റുന്ന അബദ്ധം, ഇൻ തദ്ഉഹും, നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആകൾ അവർ കേൾക്കൂല. മലപ്പുറം ടൗണിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള നിങ്ങളെ വലിയൊരു നേതാവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു നേതാവുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു ആവശ്യത്തിന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്ന് മലപ്പുറങ്ങാടി കിടക്കുന്ന ഒരു മഹാപണ്ഡിതനെ ഇവിടുന്ന് നമ്മളൊരു കാര്യം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ തെളിവുണ്ടോ? കൊണ്ടുവരാൻ വല്ല തെളിവും കിട്ടുമോ? ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ മരിച്ചാലെല്ലാം സംഭവിക്കുന്നത്? ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു, ഇവർ മരിച്ചാൽ കഴിവ് കൂടും. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കഴിവാണ് മരിച്ചാലെന്ന് ഈ സാധുക്കളെ പഠിപ്പിച്ചു. തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാൾ ദർഗ വരെയുള്ള മഖാമുകളിൽ ആയിരക്കണക്കിന് മഖാമുകളിലേക്ക്, ദർഗകളിലേക്ക് എന്തിനാ അവിടുന്ന് കൊണ്ടുപോണത്? അവിടെ ചെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, കല്യാണം ശരിയാവാൻ, ജോലി ശരിയാവാൻ. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാണ് വണ്ടി അതിന്റെ ചാവി ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ചാവി കൊണ്ടുപോയിട്ട് അയിമന്ന് കൊണ്ടുപോയി മുത്തി പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫിക്ക് വിസ ശരിയാകാൻ വേണ്ടി പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടാണ് പോരുന്നത്. ഒന്ന് എഴുതി കൊടുത്തിട്ട് എടുത്തിട്ട് പൊതിഞ്ഞിട്ട് പോരുകയാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കൊതിക്കണ മനുഷ്യന്മാരുണ്ട്. വണ്ടി എടുത്തിട്ട് അയിമൊരു പച്ച തുണി കെട്ടി വെച്ച് അവിടുന്ന് കറാമത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ബൈക്കുമ്പോൾ കെട്ടി പോരുന്ന കുറെ മനുഷ്യന്മാർ. 1.5 ലക്ഷത്തിന്റെ ബൈക്കുമേ 25 ഉറുപ്പിന്റെ ഒരു തുണി കെട്ടിച്ചാല് ഒക്കെ ശരിയാകും. ഇതൊക്കെ തവക്കുലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരാളോട്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. കേട്ടാ തന്നെയും നിങ്ങളുടെ പ്രയാസം മാറ്റി ഉത്തരം നൽകാൻ അവർക്ക് കഴിയൂല. പരലോകത്ത് വന്നാൽ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈസാ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. എല്ലാരും പറയും, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരാധിക്കാൻ. ജൂതന്മാർ ആരാധിക്കുന്ന ഉസൈർ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. ഓരോരുത്തരും അത് നിഷേധിക്കും എന്നർത്ഥം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഏറ്റവും വഴിപിഴച്ച മനുഷ്യൻ ആരാന്നറിയുമോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, ഒരിക്കലും ഉത്തരം കിട്ടാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? അവനാണ് പിഴച്ചവൻ, അവരാണ് പിഴച്ചവർ. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഏറെ ഗൗരവത്തോടെ അള്ളാഹുവിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പോകേണ്ടത് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. എന്ന് മാത്രവുമല്ല, പലപ്പോഴായി ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കിതാബുകളിലൂടെയും ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന പല കിതാബുകളിലേക്കാണ്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് മുഴുവൻ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം നടത്തിയ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ. രോഗിന്റെ അടുത്ത് എന്നപ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത. മയ്യിത്തിന്റെ അടുത്ത് എന്നപ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നല്ലാത്തൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മാലമൗലീദുകൾ, ഖുത്ബിയ്യത്തുകൾ, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്ത് വാർഷികങ്ങൾ, നൂറെ ഹബീബ്, ഇഷ്കെ ഹബീബ്, സ്വലാത്തുൽ ഫാത്തിഹ്, അറിവിൻ നിലാവ്, ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ പുതിയ മജ്ലിസുകളിൽ ആരോടാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെയാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇത്തരം ഗ്രന്ഥങ്ങൾ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ യഥാർത്ഥ ഈമാൻ കൊള്ളയടിക്കപ്പെടും. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആനിനെ മാറ്റിവെച്ചിട്ട് ഈ മാലകളും പക്ഷിപ്പാട്ടും കിളിപ്പാട്ടും ഹദ്ദാദും റാത്തീബും ചൊല്ലുമ്പോ പഠിച്ചോ, ഇത് ഒരിക്കലും സ്വഹാബത്ത് കണ്ട് പരിചയമുള്ള ഗ്രന്ഥങ്ങളല്ല. സ്വർഗം കിട്ടാനുള്ള യോഗ്യരായ ആദ്യ തലമുറയാണ് അവര്.
അവര് കണ്ടിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളൊന്നും പരിചയമില്ല. സലഫ് സ്വാലിഹീങ്ങളായ മുഹദ്ദിസീങ്ങളായ 6 പണ്ഡിതന്മാരുണ്ടല്ലോ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കം. ഓൽക്ക് കിതാബ് അറിയില്ല, മുഹിദ്ദിമാൽ അറിയില്ല, കുത്തുബിയത്ത് അറിയില്ല, റിഫായി റാത്തീബിന്റെ ഉത്തറാത്തീബ് ഓൽക്കറിയില്ല. ഇത് 700 800 കൊല്ലം പഴക്കം മാത്രമുള്ളതാണ്. ഇത് പുത്തൻ വാദമാണ്. ഇത് പുതിയതുണ്ടായതാണ്. ഇത് നമുക്ക് പറ്റൂല. അതിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എഴുതിയുണ്ടാക്കുന്ന മനുഷ്യൻ എന്താ ഗ്രഹിച്ചിട്ടാ ചെയ്യുന്നത്? അയാൾ എന്തെങ്കിലും ഒരു ലാഭം കാണാതെ നടക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. സ്വന്തം കൈയോണ്ട് ഓരോ കിതാബ് എഴുതിണ്ടാക്കുക. സുമ്മ യഖൂലൂന ഹുവ മിൻ ഇൻദില്ലാ. ഇതൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കും ചെയ്യുക. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീലാ. തുച്ഛമായ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ടല്ലോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ലാഭങ്ങളുണ്ട്. തുച്ഛമായ ലാഭത്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് നാശമുണ്ട്. ഫവൈലുൽ ലഹും മിമ്മാ കതബത ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അത് എഴുതിയുണ്ടാക്കുന്നതും അതിലൂടെ സമ്പാദിക്കുന്നതും അവർക്ക് നാശമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നായി ആലോചിക്കാം. നമ്മുടെ നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും എല്ലാം അല്ലാഹ്ക്ക് കൊടുക്കുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി, നബിയേ നിങ്ങൾ നിസ്കരിക്കുക. ആർക്ക് വേണ്ടി? ലിറബ്ബിക, റബ്ബിന് വേണ്ടി. വൻഹർ, നിങ്ങൾ റബ്ബിന് വേണ്ടി ബലിയറുക്കുക. വലിയനാക്ക് പോത്തിനർത്തു. ഇബ്രാഹിം നബിന്റെ കൂലിട്ടാനാണോ? ഇസ്മായിൽ നബിന്റെ പൊരുത്തം കിട്ടാനാണോ? എങ്കിൽ ആ അറബ് ബാത്തിലാണ്. നമ്മുടെ കുട്ടിനെ അക്കീക്കറുത്തു. കുട്ടിനെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണോ? കുട്ടിനെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അള്ളാഹുവിന്റെ തീരുമാനം വഹീന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു. ആ നീയത്ത് വെച്ച് നമ്മൾ അതിനെ അറുത്തു. എന്നാൽ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് അറുത്തതിന്റെ പോരിശ എന്താ? ബിസ്മി ചൊല്ലിയിട്ടുണ്ടാകാം. ഉദ്ദേശം എന്തായിരുന്നു? തഖർറുബൻ ഇലാ ഗൈരില്ലാ, അല്ലാഹു വല്ലാത്തവരുടെ സാമീപ്യം പ്രതീക്ഷിച്ചിട്ടാണ്. ഈലാനി ദിനത്തിന് വമ്പൻ പോത്തുകളെ കൊണ്ട് അറുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവാം, പക്ഷേ ആ അറവ് കൊണ്ട് സാമീപ്യം ആഗ്രഹിക്കുന്നത് ജീലാനിയുടേതാണ്. അത് നമുക്ക് അബദ്ധം. അത് വമ്പൻ അപരാധമാണ്. അല്ലാഹുവിലുള്ള ആരാധന നഷ്ടപ്പെട്ട. നേർച്ച ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മന്നദറ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും വല്ല നേർച്ചയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് അല്ലാഹ് ശപിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവൻ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നിർവഹിക്കുന്നവൻ ഏറെ മോശപ്പെട്ടവനായി ശിർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന മഖാമിൽ ആട്, ഇവിടെ കണ്ട് മലപ്പുറത്തിന്റെ പല സ്ഥലത്തുണ്ട്. മഖാമുകളുടെ മുമ്പിൽ ആടുകളെ നേർച്ചയാക്കുന്നവർ, പല വ്യക്തികളുടെ പേരിൽ നേർച്ചയാക്കുന്നവർ, ആ നിലക്ക് നേർച്ചകൾ വരെ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ നേർച്ചയെ ദീനെന്ന് പഠിക്കാതെ പോകുക. ഇങ്ങനെ ഏതൊക്കെ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടുന്ന മനുഷ്യന്മാര് അള്ളാഹു വല്ലാത്തവരിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവെന്താണ്? ശിർക്ക് സംഭവിക്കുന്നു. തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക്. അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ഈ നാട്ടിൽ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനോട് എന്ത് വെറുപ്പുണ്ടാവും? ഈ നാട്ടിൽ പലിശ പരസ്യമായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടാവും? അതിനേക്കാൾ ഗൗരവമാണ് ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ. അശ്ശിർക്കു ബില്ലാഹ് ഒന്നാമത്തെ പാപമാണ്. മഹാപാപങ്ങളിൽ ഒന്നാമത്തെ പാപമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം വേറെ ആളോട് പ്രാർത്ഥിക്കുക. അള്ളാഹ് രോഗം മാറ്റിത്തരുന്ന പോലെ ഇന്നാള് രോഗം മാറ്റിത്തരും. അള്ളാഹു സന്താനം തരുന്ന പോലെ ഇന്നാള് സന്താനം തരും. ഇന്ന സ്ഥലത്ത് പോയി തൊട്ടിൽ കെട്ടിയാൽ സന്താനം കിട്ടും. ഭീമാപള്ളിയിലൊക്കെ പോയോക്കി നിങ്ങള്. എന്തിനാണ് അവിടെ പോകുന്നത്? ഈ വിശ്വാസം കടന്നു വന്നാൽ ശിർക്കാണ് മനുഷ്യന്റെ ജീവിതം സംഭവിക്കുന്നത്. അത് സംഭവിച്ചാൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്,
ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് ഹറാമായി. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ച് സ്നേഹത്തോടെ ഒരുപാട് 10ലേറെ ഉപദേശം കൊടുത്തു. ഒന്നാമത്തെ ഉപദേശം, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹനെ ഒരിക്കലും പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ പാപമാണത്. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ മഹല്ലിൽ പറഞ്ഞു കൊടുക്കണം, നമ്മൾ പ്രിയപ്പെട്ട വാപ്പാനോട് ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത മഹാപാപമാണ് ശിർക്ക്. അത് ചെയ്ത മനുഷ്യനെ എത്ര വലിയ മുന്തിയ ആളാണെങ്കിലും, ലയിൻ അശ്റക്ത, നബിയെ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്, നിങ്ങളെ നശിക്കുന്ന നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ്. ലോകം നിയന്ത്രിച്ചത് പടച്ചോനാണ്, ലോകം സൃഷ്ടിക്കുന്നത് പടച്ചോനാണ്, ലോകത്തെ എല്ലാ റിസ്ക്കും കൊടുക്കുന്നവൻ പടച്ചോനാണെന്ന് വിശ്വസിച്ചവരാണ് നമ്മളെങ്കിൽ ഇന്ന് ലോകത്തിന്റെ സൃഷ്ടാവിനെ വലിയ നന്ദികേടോടെ സ്മരിക്കുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ട്. CM മടവൂർ എന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, പാടി നടക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ഞങ്ങളുടെ പടച്ചോനാണ് CM മടവൂർ എന്ന് പാടിയ പാട്ട് ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല. ഞങ്ങളെ പടച്ചോനാണ് CM മടവൂർ. ആകാശത്ത് കൂടെ പോണ ഫ്ലൈറ്റ് കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ CM മടവൂര് ഉറങ്ങിയതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന പ്രഭാഷകന്മാരുണ്ട് നമ്മുടെ നാട്ടില്. ഇവിടുത്തെ സാധാരണക്കാരോട് ഞാൻ പറയണത്, ഒരു മനുഷ്യൻ ആരായിരുന്നു CM മടവൂരി എന്നത് അദ്ദേഹത്തിനെ കുറിച്ച് ഈ പറഞ്ഞ ആളുകൾ എഴുതിയ പുസ്തകമുണ്ട്, CM സ്മരണിക. വായിക്കേണ്ട പുസ്തകം CM സ്മരണിക എന്ന ആ പുസ്തകത്തിൽ പറയാണ്, നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഇനി പോരെ, ഇതൊക്കെ കറാമത്താന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാര്. നിസ്കരിക്കൂല, നോമ്പോൽക്കൂല, സിഗരറ്റ് വലിക്കും, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് മനുഷ്യന്മാര് അവിടേക്ക് അഭയം പ്രാപിച്ച അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് പഠിപ്പിക്കുക. കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മക്കാമിലേക്ക് CM മടവൂരിന്റെ കേന്ദ്രത്തിലേക്ക് പോവുക. CM മടവൂര് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. കൗമിനെ ചിന്തിച്ചു നോക്കി നിങ്ങൾ, CM മടവൂരിന് കുട്ടികളില്ല. ഒരു കുഞ്ഞിക്കാല് കൊടുക്കാൻ മൂപ്പർക്ക് ഉണ്ടാവില്ല ആഗ്രഹം. പടച്ചോന്റെ കഥ. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി യോജിച്ചു പോകാത്തതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലത്ത് ഭാര്യനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് തൊലാക്കല്ലി പൊയ്ക്കുക. പിന്നെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് CM മടവൂരാന്ന് പറയാം. എന്തൊരു വലിയ വെട്ടിത്താണ്. ഇതിനെ എതിർക്കാൻ, അത് ശരിയല്ല എന്ന് പറയാൻ, അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ടോ? CM മടവൂരിന്റെ ആ മക്കാമിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല. ഓരോ പരിസരങ്ങളിലുമുള്ള മനുഷ്യന്മാർ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ റിസ്ക്, അള്ളാഹുവിന്റെ തദബ്ബുർ, അതൊക്കെ ഇന്ന ആളാണ്, കുത്തുബുകളാണ്, ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ ശിർക്കരിച്ചു വന്ന് ഈമാൻ നശിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇറാനിന്റെ പശ്ചാത്തലം വായിച്ചിട്ടുള്ള നമ്മൾ ഷിയാക്കളുമായി ബന്ധപ്പെട്ട അവർക്ക് എന്താണ് പിഴവ് എന്ന് ചോദിക്കുന്നവർ, കാഴ്ചയിൽ എന്താണ് കുഴപ്പം? വിശ്വാസത്തിൽ വലിയ അബദ്ധങ്ങളുണ്ട്. അത് പറയാലോ, എന്താ കുഴപ്പം? അത് പറയാലോ. അതെന്താ? അബൂബക്കറും ഉമറും അടക്കമുള്ള സ്വഹാബത്ത് കാഫിരീങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നഊദു ബില്ലാഹ് ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണെന്ന് വാദിക്കുന്നു ഷിയാക്കൾ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നൊടുക്കിയ അബൂലൂലത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന്റെ മഖ്ബറ, മഖാം, ദർഗ ഉണ്ടാക്കി പൂജിക്കുന്ന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ഇനി പറയണോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ശരിയല്ല എന്നും ഞങ്ങളടുത്തുള്ള ഖുർആൻ 17,000 ആയത്തുള്ള ഖുർആനാണ്, അതാണ് ശരിയെന്നും വാദിക്കുന്നവരാണ് ഷിയാക്കൾ. എന്നിട്ട് നമ്മൾ പറയുന്നു അതിനെന്താ കുഴപ്പം? ആ വലിയ കുഴപ്പം അതിനുണ്ട്. ആ വിശ്വാസത്തിന്റെ ദൗർബല്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്.
ആ വിശ്വാസത്തിന്റെ പോരായ്മകൾ നമ്മളിലേക്ക് വരാൻ പാടില്ല. ശിർക്കരിക്കുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം പൊളിച്ചു. നമ്മൾ ചെയ്ത ഹജ്ജ്, നമ്മൾ ചെയ്ത കോടിക്കണക്കിന് രൂപന്റെ സ്വതക്ക എല്ലാം തകർന്നു പോകുന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഔലിയാക്കന്മാരുണ്ട്, മഹാന്മാരുണ്ട്, മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്. അതിന്റെ അർത്ഥം അതൊക്കെ അവരോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളതല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ട പാമ്പാകും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബനൂ ഇസ്രായേലുകാര് മൂസാ നബിയെ ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ ഒരു പറഞ്ഞില്ലല്ലോ. കറാമത്ത് കണ്ടോരല്ലേ, മുഅ്ജിസത്ത് കണ്ടോരല്ലേ. മറിയം ബീവിന്റെ മുന്നിൽ ഒരു കാലത്തും കിട്ടാത്ത കായ്കനികൾ സക്കരിയ നബി കണ്ടില്ലേ? സക്കരിയ നബി മറിയം ബീവിയെ ഒരു കുഞ്ഞിനെ തരണേന്ന് പറഞ്ഞു. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. 309 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ കിടന്ന ഔലിയാക്കന്മാരാണ് അസ്ഹാബുൽ കഹ്ഫ്. 309 കൊല്ലം കിടത്തി ഉറക്കി. അവരാരോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. പടച്ചോനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണേ. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ജീവിതത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നമ്മൾ ഏറ്റവും അപകടത്തിലാണ്. നമ്മുടെ എല്ലാം നിഷ്ഫലമാണ്. നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സകാത്ത്. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുന്ന ഒരാളായാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തകർക്കപ്പെടുന്നതാണ്, നഷ്ടക്കാരിൽ പെട്ടുപോകും. പിന്നെ നമ്മളോ? ഇത് പറയാനാണ് ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരാളുടെ വിശ്വാസം ശരിപ്പെടുത്തുന്നത് പോലെ അയാളുടെ കർമ്മങ്ങൾ ശരിപ്പെടണം. അതാണ് സുന്നത്ത് മുറുകെ പിടിക്കുക. സുന്നത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉലമാക്കന്മാർ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ തൗഹീദിലേക്ക് വന്നതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ വരേണ്ട മേഖലയാണ് സുന്നത്ത് പാലിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് സുബ്ഹ് നമസ്കരിച്ചപ്പോൾ 3 റക്അത്ത് നിസ്കരിക്കാൻ? 2 സുന്നത്തിൽ. നമ്മൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറഞ്ഞത്? വേറെ എത്ര പ്രാർത്ഥന ഉണ്ട്? അതാണ് സുന്നത്തിൽ. നമ്മളെന്താ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ പ്രാർത്ഥിച്ചത്? അതാണ് സുന്നത്തിൽ. എന്തൊരു കാര്യത്തിലും നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? അസ്സുന്ന, സുന്നത്ത് മുറുകെ പിടിക്കണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അസ്സുന്നത്തു, സുന്നത്തെന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തന്റെ ജീവിതത്തിലൂടെ ചര്യയാക്കി പഠിപ്പിച്ചതാണ് സുന്നത്ത്. ഞാൻ എൻ്റെ വല്യപ്പ ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ഉസ്താദ് ചെയ്യുന്നുണ്ടല്ലോ, അവിടുത്തെ മറ്റാൾ പറയുന്നുണ്ടല്ലോ, അതൊന്നും അതിൽ പെടൂല. ഇസ്ലാമിൽ ഉണ്ടാകണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചതാകണം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, മാ ജാഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി, നബി തങ്ങളുടെ വാക്കായി പറഞ്ഞതെല്ലാം സുന്നത്താണ്. നബി ഇന്നൊരു കാര്യം പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഖൗല്, വാക്ക് സുന്നത്താണ്. വഅഫാലിഹി, നബി ചെയ്തു കാണിച്ച വുളൂഅ്, നബി ചെയ്തു കാണിച്ച തയമ്മും, നബി ചെയ്തു കാണിച്ച നിസ്കാരം സുന്നത്താണ്. വഅഖ്വാലിഹി വഅഫാലിഹി വതഖ്രീരിഹി, നബി തങ്ങൾ ജീവിതത്തിൽ സമ്മതിച്ചു കൊടുത്ത ചില മേഖലകളുണ്ട്, ഒന്നും എതിർത്തില്ല. മൗനം പാലിച്ചാൽ അത് സമ്മതമാണ്. സമ്മതിച്ച മേഖലകൾ സുന്നത്താണ്. വമഹമ്മ ബിഫിഅലിഹി, നബി ഭാവിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ടോ അത് സുന്നത്താണ്. നബി ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9ഉം 10ഉം നോമ്പ് നോൽക്കുന്നു പറഞ്ഞു. അത് വിചാരിച്ചാൽ മതി, അത് സുന്നത്തിൽപ്പെട്ടു. ഈ സുന്നത്ത് മുറുകെ പിടിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. ഖുർആൻ മതി പറയരുത്, അല്ലാഹ് മതി പറയരുത്, റസൂല് വേണം. അല്ലാഹനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം.
ആദ്യം പറഞ്ഞത് അള്ളാന്റെ ദീന് പൂർത്തിയാക്കി തന്നപ്പോ ഏതൊക്കെയാണോ ഉള്ളത് അതെല്ലാം സുന്നത്താണ്. ഏതൊക്കെയാണോ അന്ന് പഠിപ്പിക്കാതെ പുതുതായി കൊണ്ടുവന്നത് എന്തൊക്കെയുണ്ടോ, 400 കൊല്ലം പഴക്കമുള്ള ദിക്റുണ്ടോ, സുന്നത്താകൂല. 500 കൊല്ലം പഴക്കമുള്ള ഹദ്ദാദുണ്ടോ, സുന്നത്താകൂല. 700 കൊല്ലം പഴക്കമുള്ള നബിദിനാഘോഷമുണ്ടോ, സുന്നത്താകൂല. 1400 കൊല്ലം പഴക്കമുള്ളതായിരിക്കും സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അത് വെച്ചാണ് ചോദിച്ചാല് എല്ലാ കാര്യവും പറയും. നബി തങ്ങൾ അവിടുന്ന് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ആ നമസ്കാരത്തിന്റെ ഘട്ടം എത്തിയപ്പോൾ നബി പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങളും നമസ്കരിക്കുക. നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ല, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിച്ച സ്വഹാബത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ പറയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കേൾക്കാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാ എന്നല്ല, ബിസ്മി ഉറക്കെ കേൾക്കൂല. ഞങ്ങൾ ബിസ്മി ഞങ്ങൾ പതുക്കെയാണ് കേൾക്കുക. ഞങ്ങൾ അൽഹംദു മുതലാണ് ഞങ്ങൾ കേൾക്കാറുള്ളത്. സ്വഹാബത്ത് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാൽ നബി തങ്ങൾ പ്രധാനപ്പെട്ട ദിക്റൊക്കെ ചൊല്ലിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോരും. എന്നിട്ട് നബി തങ്ങൾ ആവശ്യമായ പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ ചൊല്ലും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവിടുന്ന് സുന്നത്തായ നമസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കും. നമ്മള് നിസ്കാരം കഴിഞ്ഞാൽ ഇമാം അങ്ങോട്ട് തിരിഞ്ഞിക്കും. എന്നിട്ട് പിന്നെ മൂപ്പരങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അഫ്ദലു ദിക്റൊക്കെ പറയും, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആദ്യമായി നമസ്കാരം പഠിപ്പിച്ച നബി തങ്ങൾ അത് പഠിപ്പിച്ചോ? ഇന്നും മക്കയിലും മദീനയിലും പോയ മനുഷ്യരോട് ചോദിക്കുക, നിങ്ങൾ അവിടെ നിസ്കാരം കഴിഞ്ഞപ്പോ അങ്ങനെ പരിപാടി ഉണ്ടോ? എന്നിട്ട് ഇമാമിന്റെ വക ഹദീസിലുണ്ടോ? ഇമാം ഷാഫിക്ക് പരിചയമുണ്ടോ? ഹംബലി മദ്ഹബിലുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ പരിചയമുണ്ടോ? അവർക്കും അറിയില്ല. ഇങ്ങനെ പോണുണ്ട്. എല്ലാരും ആമീൻ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എന്തെല്ലാം കാര്യം പ്രാർത്ഥിക്കാണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ പറയാണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കന്നെ വേണ്ടത്. അവിടെയാണ് വിശ്വാസി പഠിക്കേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ദീനിലുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്റെ വക ഒരു സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റൂല. സ്വലാത്തുൽ ഫാത്തിഹ എന്താ പറ്റാത്തത്? അത് നബി പഠിപ്പിച്ച സ്വലാത്തല്ല. തസ്ബീഹ് നിസ്കാരത്തിന് എന്താ കുഴപ്പം? അത് നബി പഠിപ്പിച്ച നിസ്കാരത്തിലില്ല. റഗായിബ് നിസ്കാരത്തിന് എന്താ കുഴപ്പം? അത് നബി പഠിപ്പിച്ചതിലില്ല. നബിയാണ് ദീന് പഠിപ്പിച്ചെന്നാള്. ആ നബിനെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിന് തോന്നിയത് ചെയ്യാണോ? ഏത് കാര്യത്തിലും നബി തങ്ങളാ പഠിപ്പിച്ചത്. നോമ്പിന്റെ വിഷയം പഠിപ്പിച്ചതാരാ? നബിയാണ്. ഹജ്ജിന്റെ വിഷയം പഠിപ്പിച്ചു. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ആ ഒറ്റ ഹജ്ജാ ചെയ്തത്. കണ്ട് പഠിക്കാൻ പറഞ്ഞു. ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കാൻ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. എന്നാ നബി പഠിപ്പിക്കാത്ത, ഇഷ്ടമില്ല, നബി തങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത അവനവന്റെ ഇഷ്ടത്തിന് സൗകര്യത്തിനനുസരിച്ച് വല്ലതുണ്ടാക്കിയാലോ അത് ബിദ്അത്താണ്. ഞാൻ ളുഹർ നിസ്കാരത്തിന് കഴിഞ്ഞ ശേഷം ഒരു 10 റക്അത്ത് നിസ്കാരം ഉണ്ടാക്കി. നിസ്കാരല്ലേ, എല്ലാവരോടും പറഞ്ഞു 10 റക്അത്ത് നിസ്കരിക്കണം, നിന്റെ നിസ്കാരത്തിന്റെ പേരുള്ളതാണ്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. എനിക്ക് നല്ല ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പോൾ ഒരാൾക്കും പറ്റൂല. നിസ്കാരാന്ന് വിചാരിച്ചുണ്ടാക്കാൻ പറ്റൂല. ഒരു ദിക്ർ നമ്മളെ വക. ഞങ്ങൾക്ക് നബി തങ്ങൾ രാത്രി കിടക്കാനിരിക്കുമ്പോ സ്വഹാബത്തിന് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്നൊക്കെ പറഞ്ഞു. ആ പ്രാർത്ഥന അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ പറയുന്നുണ്ട്, ആമൻതു ബികിതാബികല്ലദീ അൻസൽതു വബിനബിയികല്ലദീ അർസൽതു. ഇത് കേട്ട സ്വഹാബിമാരത് കാണാതെ പഠിച്ചു. നബിക്ക് തിരിച്ചു ചൊല്ലിക്കൊടുത്തു, നബിയെ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. വബിനബിയികല്ലദീ അർസൽത എന്ന് പറയേണ്ട സ്ഥലത്ത് വബിറസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു പാടില്ല. ഞാൻ പഠിപ്പിച്ചെന്താ? വബിനബിയിക എന്നാണ്. ഇതാണ് ഇസ്ലാമിൽ. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ്? ഓരോരുത്തരും അവനവർക്ക് തോന്നിയതൊക്കെ ഉണ്ടാക്കല്ലോ ഇവിടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിൽ വന്ന് ഒരാളങ്ങ് തുമ്മി. നമ്മളെന്താ പറയാ? അൽഹംദുലില്ലാ. ഈ വന്ന ആള് പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരു സ്വലാത്തല്ലേ നബി തങ്ങൾ പഠിപ്പിച്ച വിഷയം. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, ഇപ്പൊ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു. അത് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ചൊല്ലത്.
وقال رسول الله صلى الله عليه وسلم إذا عطس أحدكم فليحمد الله തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പഠിപ്പിച്ചു. നബിതങ്ങൾ ബാങ്കിന് ശേഷം സ്വലാത്ത് പഠിപ്പിച്ചു. സ്വലാത്ത് ചൊല്ലണം നമ്മള്. ബാങ്കിന് ശേഷം സ്വലാത്ത് ഉണ്ട്. പക്ഷെ നമ്മുടെ പള്ളിയിൽ ബാങ്കിന് ശേഷം എവിടെയും കേൾക്കൂല. ബാങ്കിന് മുമ്പ് ഉറക്ക മൈക്കിൽ സ്വലാത്ത്. അതൊക്കെ വിശദീകരിക്കാൻ ഞാൻ എല്ലാം ഓരോന്നും പറഞ്ഞു പോകില്ല. ഈ ദീനിൽ നിന്ന് പിഴച്ചു പോയാൽ, ദീനിലില്ലാത്തത് ചര്യയായി കൊണ്ട് നടന്നാൽ പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ ദീനിന്ന് ആ കാരണം കൊണ്ട് തെറ്റിപ്പോകും. സുന്നത്താന്ന് വിചാരിച്ച് കുറേ ചെയ്തു കൂട്ടിയാൽ അവസാനം അയാൾ ദീനില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്ന ആളുകളാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരുമുണ്ട്. ആളുകളുടെ പണം കൊള്ളയടിക്കുക, എന്നിട്ട് ദീനിൽ ഇല്ലാത്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് മാമൂലുകളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീനുമായി ബന്ധമില്ലാത്ത എന്തെല്ലാം ആചാരങ്ങളും മാമൂലുകളുമാണ് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുക. നമ്മളെ കൊളത്തൂര് മരിച്ച മയ്യത്തിനെ മറവ് ചെയ്യാതെ ദിവസങ്ങളോളം പുഴുകിയ മൃതശരീരം കട്ടിലിൽ കടത്തി. എന്താ മറവിയാത്തെന്ന് ചോദിച്ചു. ഒരാള് പറഞ്ഞിട്ടുണ്ട്, മറവി ചെയ്യേണ്ട എപ്പോഴെങ്കിലും മരിച്ചാൽ ഓല് രണ്ടാമതും ജീവിച്ചു വരും എന്ന് വിശ്വസിക്കുന്നു. അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ. ഇത് കാത്തിരിക്കാണ്. ചന്ദനത്തിരെ കത്തിച്ച് മണം പോകാൻ വേണ്ടിയിട്ട് കത്തിച്ചിങ്ങനെ ഇരിക്കുക. അവസാനം പോലീസ് ഇടപെട്ടിട്ടാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിച്ച് മറവ് ചെയ്തൊരു മയ്യത്തിനെ കൊണ്ടുവരെ ഇത്ര കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. അരീക്കോട് മുക്കം എന്ന പ്രദേശത്ത് ഒരു സഹോദരി കുഞ്ഞിന് ജന്മം കൊടുത്തു. കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് കുട്ടിനെ കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മ പറഞ്ഞു, ഞാൻ പാല് കൊടുക്കൂല. എന്ത് പാല് കൊടുക്കാത്ത? ഉസ്താദ് പറഞ്ഞിരിക്കണ് 5 ബാങ്ക് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടിക്ക് സ്വന്തം കുഞ്ഞിന് ബാങ്ക് 5 എണ്ണം കഴിയണം എന്നാണ്. 24 മണിക്കൂർ ചെയ്യാതെ ഞാൻ പാല് കൊടുക്കൂല എന്നാ പറഞ്ഞു. അവസാനം ഹോസ്പിറ്റലുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് മനുഷ്യാവകാശ കമ്മീഷനെ വിളിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷനെ വിളിച്ചു. ആളുകളൊക്കെ പട ഓടിക്കൂടിയിട്ടാണ് ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി അവസാനം സമ്മതിച്ചത്. ദീനിൽ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ദീനിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ 2 കൊല്ലം വരെ അവർക്ക് മുലയൂട്ടണം എന്നാ ദീൻ പഠിപ്പിച്ചത്. ദീൻ തെറ്റിപ്പോയാൽ പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവും? ഏറ്റവും ഒടുവിൽ 2 മാസം മുമ്പ് ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതിയുമായി വന്നു. ഒരു വ്യാജ സിദ്ധന്റെ കയ്യിലേക്ക് പോയത്. എന്ത് പറഞ്ഞിട്ടാ പീഡിപ്പിച്ചത്? ദിവ്യഗർഭം ഉണ്ടാക്കി തരാം. സാധാ പലതരം ഗർഭം കേട്ടിട്ടില്ലേ? ദിവ്യഗർഭം ഉണ്ടാക്കി തരുന്ന ആള്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കുക. എത്ര ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. എന്തെല്ലാം ചരടും ഏലസും ഐക്കല്ലും ഉറുക്കും പിന്നാണമെഴുത്തും എന്തൊക്കെ കലക്കി കുടിക്കുന്ന ആലോചിക്കും. തുപ്പിയ വെള്ളം വരെ കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട്. തുപ്പിയ വെള്ളം വരെ. ഈ അടുത്തൊരു മനുഷ്യൻ പറയാണ്, CM മടവൂരിന്റെ ഒരു ശിഷ്യൻ കോളാമ്പിയിൽ നിറച്ച് ചവച്ചരച്ച കഫൻ വരെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് കൊണ്ടുപോയി കളയാൻ പറഞ്ഞപ്പോ ശിഷ്യൻ CM മടവൂര് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ശിഷ്യനാണല്ലോ CM മടവൂര്. ആ കോപ്പയിലുള്ള കഫവും സാധനങ്ങളും മുഴുവൻ കോരി കുടിച്ചു. എന്താ ബാക്കിയുള്ളവർ പഠിക്കണത്? ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ എന്നാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തെല്ലാം ഇത്തരത്തിൽ അള്ളാന്റെ ദീനിന്റെ സുന്നത്തിനെ കൈവിട്ടാല് നാട്ടിൽ എന്തൊക്കെ ലൂലാമാലകളാ കിടക്കുന്നത്. സാധാരണ ഏതൊരു മനുഷ്യന്റെ കണ്ണീരണിയുന്ന രംഗമാണ് ഖബർ. ശരിയല്ലേ? നമ്മളോട് പറഞ്ഞു ഖബർ സിയാറത്ത് ചെയ്യണം, ഇസ്ലാമിലെ സുന്നത്തായ കാര്യമാണ്. ഏതാ സിയാറത്ത്? സൂറുൽ ഖുബൂർ. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ.
മരണം ചിന്തിപ്പിക്കുന്ന, പരലോകം ചിന്തിപ്പിക്കുന്ന ഖബർ സിയാറത്തിന് പോകണം. നമ്മുടെ ഖബർസ്ഥാനുകളിൽ ചെന്നിട്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ, ആ സുന്നത്തായ പ്രാർത്ഥനകൾ നമ്മൾ പറയണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലാഹുവോട് മഗ്ഫിറത്ത് ചോദിച്ചു പ്രാർത്ഥിക്കണം. ഇതാണ് ഇസ്ലാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരയുകയാണ്. നബി തങ്ങൾ അതാ ഖബർസ്ഥാനിലേക്ക് ചെന്ന് ഹത്താ യബുല്ലസറാ, അവിടെ ഇരുന്ന് കരഞ്ഞ് താടിരോമങ്ങളിലൂടെ മണ്ണിലേക്ക് കണ്ണീര് വീഴുകയാണ്. നമ്മുടെ നാട്ടിലെ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ഉറൂസാണ് നടക്കുന്നത്. ആനയാണ്, അമ്പാരിയാണ്, ഗാനമേളയാണ്, കരിമരുന്നാണ്, പട്ടക്കം പൊട്ടിക്കുകയാണ്, ഗംഭീര ഉത്സവമാണ്. ഇനി അതിന്റെ സീസണാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ വരും. ഖബറുകൾ പൂരപ്പറമ്പ് പോലായി മാറിയില്ലേ? ഇതിനുള്ളതാണോ ഖബർ? പട്ടാമ്പി നേർച്ച നടക്കുന്നു. എന്താ, ഒരു ഖബറിന്റെ പുറത്താണ് 50ഉം 60ഉം ആനകളെ നിരത്തിയിട്ട് തുള്ളിച്ചാടുന്നു. എന്താ എതിർക്കാത്ത? കൊണ്ടോട്ടി നേർച്ച നടക്കുന്നു, ഒരു ഖബറിന്റെ പരിസരത്താണ്. ഓരോ പരിസരങ്ങളിലും ഖബർ വെച്ചിട്ട് ഉത്സവം നടത്തുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താ? നബിതങ്ങൾ മരിക്കണേന്റെ മുമ്പ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമാക്കരുത്, മാറ്റല്ലേ അല്ലാ. തൊടാൻ പറ്റില്ലല്ലോ, എത്ര കൊല്ലായി. അത് അല്ലാഹുവിന്റെ റസൂലായിരുന്നു, സുന്നത്താണ് പഠിപ്പിച്ചു കൊടുത്തു. اللهم لا تجعل قبري وثني يعبد, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എൻ്റെ ഖബറിനെ മാറ്റല്ലേ അല്ലാ. നബിന്റെ ഖബറിനെ ആരാധിക്കാൻ പറ്റൂല, പിന്നെയാണോ സിയമ്മയുടെ ഊര്? സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ മഖാമുകളിലേക്ക് ഇവിടുന്ന് രോഗം മാറാം, പ്രയാസം മാറാൻ പോണ്ടല്ലോ. അതിനാണ് ഖബർ സിയാറത്ത്. മരിച്ചു പോണ്ടെന്ന് ചിന്തിക്കാനാ ഖബർ സിയാറത്ത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് സിയാറത്ത്. എന്നിട്ട് ഖബർ കിടക്കണോലാരാ? ഒരു പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോടുമർ കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവിന്റെ ഖബർക്ക് ഓടുന്നില്ലേ? മുനമ്പത്ത് ബീവിന്റെ ചാർത്തുമൊക്കെ ഓടുന്നില്ലേ? ആരാണ് അയാൾ? ഊരും പേരറിയില്ല. പേരറിയില്ല, പിന്നെ എന്ത് ഫേമസ് എന്ന് പറയുന്നത്? വെളിയങ്കോട് ഉമർ ഖാദി എന്നവർ മരണപ്പെട്ട സ്ഥലമല്ലേ, അതുകൊണ്ട് ഫേമസ് ആണ്. ചെങ്ങന്മാര് മക്കത്ത് അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിക്കൊണ്ടല്ലോ, അതുകൊണ്ട് ഒരു മഹാന്മാരാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതാണ് മക്ക എന്ന് വിചാരിച്ചിട്ട് എന്താണ് അർത്ഥം? ഇനി പ്രിയപ്പെട്ടവരെ, അത് മാത്രല്ല, ആ മക്ബറകളുടെ അകത്ത് മുസ്ലിം ആവണമെന്ന് പോലുമില്ല. കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന സ്ഥലത്ത് ഒരു മഖാമുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഓച്ചിറയിലെ മഖാമിൽ ഇനി അടുത്ത പ്രോഗ്രാം അവിടെ വരാൻ പോവുക. ഓച്ചിറയിലെ മഖാമിൽ കിടക്കുന്ന മനുഷ്യന്റെ പേരെന്താണെന്നറിയോ? ദാമോദരൻ. ഈ മക്കരപ്പുറം അങ്ങാടിയിൽ സുബൈറി വന്ന് പറയുന്നത് സത്യമുണ്ടോന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ മാതൃഭൂമി പത്രത്തിന്റെയും മനോരമയുടെയും 4 കൊല്ലം മുമ്പത്തെ എഡിഷൻ വായിച്ചോ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ? ഓച്ചിറയിലെ മഖാമിന്റെ പേര് ഓച്ചിറ ദാമോദരന്റെ മഖാമാണ്. ദാമോദരൻ ആരായിരുന്നു? നാട്ടിൽ കുപ്പസ്വാമി എന്നറിയപ്പെടുന്ന മനുഷ്യൻ. കുപ്പസ്വാമി മരിച്ചപ്പോൾ നാട്ടിലെ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ വന്നു. അവസാനം നമ്മുടെ നാട്ടിലെ കേരള യാത്രക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ ചെന്നു. അവരദ്ദേഹത്തിന്റെ ഖബറൊക്കെ എടുത്ത് റെഡിയാക്കി, നല്ലൊരു പച്ച സാധനമൊക്കെ വെച്ച് 150 ഉറുപ്പിക കുറച്ച് സിമെന്റ് ഒക്കെ വരച്ച് ഒരു 150 ഉറുപ്പിന്റെ തുണിയും വെച്ച് വിരിച്ചു കൊടുത്തു. ചെലവ് വളരെ കുറവുള്ള ബിസിനസ് അല്ലേ? പേരൊന്നങ്ങ് മാറ്റി, ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കഴിഞ്ഞു, ഇനി കച്ചവടമായി. ഇപ്പൊ ഉറൂസുണ്ട്, ഉത്സവമുണ്ട്, സിയാറത്തുണ്ട്, നല്ല പൈസ. ഖബറിന് എന്തിനാ പൈസ? പ്രിയപ്പെട്ടവിടെ രോഗികൾക്ക് കൊണ്ടേ കൊടുക്ക്, വീടില്ലാത്തവർക്ക് കൊടുക്ക്, ക്യാൻസർ രോഗികൾക്ക് കൊടുക്ക്. മഖാമിന്റെ പണം വെച്ച് ഉത്സവത്തിന് തുള്ളിച്ചാടാൻ, പേക്കൂത്ത് നടത്താൻ, തോന്നിവാസം നടത്താൻ എന്തിനാ പൈസ? ഇത് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ പുത്തംവാദി, പേച്ചോല്, തീവ്രവാദി, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും അൽഹംദുലില്ലാഹ് നെഞ്ചും വിരിച്ച് സ്വീകരിക്കും. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ബിലാലിനെ നിലത്ത് കടത്തി വലിച്ചെറിഞ്ഞ് ശരീരത്തിന്റെ പച്ച ശരീരത്തുമ്മ കൊണ്ടുപോയി വേദനിപ്പിച്ചത് അല്ലാഹു അഹദ് പറഞ്ഞതിന്റെ പേരിൽ തന്നെ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് പച്ചയായ ഇരുമ്പ് ദണ്ടുകൾ കയറ്റിയത് അല്ലാഹു അഹദ് പറഞ്ഞതിന്റെ പേരിൽ തന്നെ.
ഇത് പറഞ്ഞവർക്കൊക്കെ എന്നും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. തീർന്നോ? തീരൂല. ചില ശരീരങ്ങൾ ചില ഖബർസ്ഥാനുകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് ശരീരത്തിന്റെ പൂർണ്ണമായ അവയവം പോലും ഇല്ല. കാഞ്ഞങ്ങാട് ഞാൻ പോയി. കാഞ്ഞങ്ങാട് പോയ സ്ഥലത്തുള്ള മക്കാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറയാണ്, അതിന്റെ ഉള്ളിൽ ഒരാളില്ല. പിന്നെ ആരാ ഉള്ളത്? ഒരു കാൽമുട്ട്, ഒരു തല. കടലിൽ നിന്ന് കിട്ടിയതാ. കൊണ്ടുപോയി ഖബറടക്കി. ഖബറല്ലേ, എന്നെ കെട്ടി പൊക്കി പൊതിച്ചിട്ട്. ഖബർ തോട്ടങ്ങളാണ്, ഖബർ തോട്ടങ്ങള്. ഇതിന്റെ പേരെന്താ ചോദിച്ചു? ഇതിന്റെ പേര് തന്നെയാണ് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. പറയാനൊരു ഫുൾ നെയിം പോലും ഇല്ലാത്ത മക്ബറകൾ നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഖബർ സിയാറത്ത് ശരിയല്ല. സുന്നത്തിൽ എന്താ ഉള്ളത്? സുന്നത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഖബർസ്ഥാനുകളിലേക്ക് കയറി ചെന്ന് വളരെ ഭക്തി പുരസ്സരം പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് ചോദിച്ച് പ്രാർത്ഥിച്ചു പോരാ. അതിവിടെ നടക്കണ്ടോ? പ്രയാസങ്ങൾ മാറാൻ പോകേണ്ട സ്ഥലമാണ്. സ്വലാത്ത് ഇസ്ലാമിലേറെ സുന്നത്തുള്ള കാര്യമാണ്. ഒരു സ്വലാത്തിന് 10 വലിയ നന്മകളാണ്. സ്വല്ലു അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. സ്വലാത്ത് ചൊല്ലാത്തവർ പിശുക്കന്മാരാണെന്ന് പഠിപ്പിച്ചതാണ്. സംശയമില്ല. ഏത് സ്വലാത്തായിരിക്കണം? നബി പഠിപ്പിച്ച സ്വലാത്താണ് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അതല്ലെങ്കിൽ സ്വലാത്ത് ഇബ്രാഹിം എന്നറിയപ്പെടുന്ന ആ പൂർണ്ണമായ സ്വലാത്ത്, അത് എത്രയും പല സന്ദർഭങ്ങളിലായി പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര എണ്ണവും എത്രയും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഒരുപാട് പ്രതിഫലം പറഞ്ഞതാണ്. എന്നാൽ താജു സ്വലാത്ത് ഇസ്ലാമിൽ സുന്നത്തിലില്ല, നബി പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്. ഇപ്പടുത്തുണ്ടാക്കിയതാണ്. 25 രൂപയുടെ പുസ്തകമാണ്. നബിനെ സ്വപ്നം കാണാൻ കെഞ്ചുൽ അർശുണ്ട്. ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, സുന്നത്തിലില്ലാത്തതാണ്. എന്താണ്? നബി പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തുൽ ഫാത്തിഹ് നബി പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിലില്ല. കൊടക്കാട് ഔലിയ കൊടക്കാട് തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കിയതാണ്, ബിസിനസ്സാണ്, ഇസ്ലാമുമായി ബന്ധമല്ല. എന്താ പറയാൻ പേടി? അത് പറയാൻ ഒരു പേടിയില്ല. ഇസ്ലാമിലെ സ്വലാത്ത് നബി പഠിപ്പിച്ച സ്വലാത്താണ്. അത് ചൊല്ലിയാൽ ആർക്കും പൈസ കൊടുക്കേണ്ടി വരൂല. അത് ചൊല്ലിയാൽ പെട്ടി വേണ്ടി പൈസ വേണ്ടി വരൂല. അത് ചൊല്ലാൻ വാർഷികം ഉണ്ടാകൂല. അത് ചൊല്ലാൻ ആരുടെയെങ്കിലും മഹലിലേക്ക് പാർസൽ അയക്കേണ്ടി വരൂല. ഇസ്ലാമിലെ സ്വലാത്ത് ബിസിനസ് അല്ല. ഇവിടെ എല്ലാം ബിസിനസ്സാണ്. മുടി കൊണ്ടുവന്നു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പേര് പറഞ്ഞിട്ട് ബോംബെയിലെ ജാലിയൻ വാല എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ഥലത്ത് സൂക്ഷിക്കുന്ന മുടിക്കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പിടി മുടി കൊണ്ടുവന്നിട്ട് ഇത് ഷഹർ മുബാറക്കാണെന്ന് പഠിക്കൂ. നിങ്ങൾ എന്താ മിണ്ടാഞ്ഞത്? മക്കരപ്പറമ്പ് അങ്ങാടിൽ എന്ത് പ്രതിഷേധിക്കാഞ്ഞത്? നമ്മുടെ നബിനെ പറ്റിയാണ് പറഞ്ഞു പണിയാന്നത്. അന്ന് നമ്മൾ പറഞ്ഞു ഇത് തിരുകേശമല്ല, ഇത് ബോംബെയിലെ ജാലിയൻ വാല എന്ന മുടിക്കച്ചവടക്കാരന്റെ നെറികെട്ട മുടിയാണ്. കൊടുന്നിട്ട് സാധുവായ മനുഷ്യന്മാരോട് പറഞ്ഞു, ദാ എൻ്റെ കയ്യിൽ മുടിണ്ട്, ഈ മുടി കിട്ട വെള്ളം തരുന്നത് പൂ പോലെ വീണ മുടിയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് വേണോ? 25,000 രൂപ. 25,000 രൂപ ഒരു കുപ്പി വെള്ളത്തിന് കേരളത്തിന്റെ മണ്ണിൽ കൊടുത്ത മനുഷ്യന്മാരുണ്ട്. അപ്പൊ മറ്റേ ടീം ഇത് കിട്ടാതായപ്പോ വേറെ കുറച്ചക്കാർ പറഞ്ഞു, ആ മുടി ശരിയല്ല, ഞങ്ങളെത്തുള്ള ഒറിജിനൽ മുടി, ഞങ്ങളെ മുടി വെള്ളം വേണോ? 10,000 രൂപ. അതിങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് ലുലുവും നെസ്റ്റും തമ്മിൽ തല്ലൂടണ മാതിരി അവിടെ തല്ല. ഓഫർ ഇട്ടിക്കാണ്, അവിടെ 25,000 കൊടുക്കണം. അത് ഫേക്കാ വ്യാജ മുടിയാണ്, നമ്മളെത്തുന്ന ഡിസ്കൗണ്ട് ഉണ്ട്, 10,000 തന്നാ മതി, നമ്മളെത്തുന്ന നല്ല മുടി വെള്ളം ഉണ്ട്. എത്ര എണ്ണത്തിനെ കുടിപ്പിച്ചു. ആ മുടി ചരിത്രം പഠിക്കാൻ വേണ്ടി പോയൊരു മനുഷ്യൻ, അയാൾ അതിന്റെ ചാനലിൽ അതിന്റെ ഫുള്ള് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അറപ്പ് തോന്നി നമ്മൾ. എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുക, ഖബറൊക്കെ ഉത്സവ കേന്ദ്രങ്ങളാക്കി ആഘോഷാക്കി മാറ്റുക. എന്തിന് മരണ വീടുകൾ വരെ തീറ്റയുടെ കേന്ദ്രങ്ങളായി മാറിയില്ല. ഇസ്ലാമിലെ സുന്നത്ത് എന്താ? ഒരു മനുഷ്യൻ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മരിക്കുക. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവരിന്ന് ഭക്ഷണം ഉണ്ടാക്കൂല, ഓൾക്കിന്ന് കുളിക്കാൻ മൂടുണ്ടാവില്ല, ഓൾക്കിന്ന് ഉറക്കം വരൂല. ജഅഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളോ പേര് അന്ന് വൈകുന്നേരം പായ വലിച്ചു കെട്ട് കല്യാണ വീട് പോലെ നെയ്ച്ചോറും ബീഫും അടിച്ചു വിട്ട് ഇറങ്ങിപ്പോരാണ്. അവിടെ വിധവയായ ഒരു പെണ്ണ് കിടക്കുന്നുണ്ട്, 3-4 കുട്ടികളെ യതീമായി കിടക്കുന്നുണ്ട്. അതൊന്നും മാനിക്കാതെ എന്തൊക്കെ പാടി പറഞ്ഞ് ചൊല്ലിപ്പോരുമ്പോ അള്ളാന്റെ ദീൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ?
എത്ര കുടുംബങ്ങളെ വിഷമങ്ങൾ പറയാൻ പറ്റണില്ല, എതിർക്കാൻ പറ്റണില്ല. ഒന്ന് മരിച്ച അന്ന് നെയ്ച്ചോറും ബീഫും, 3ന്റെ അന്ന് നാട്ടുകാരെ മൊത്തം വിളിക്കാണ്, കല്യാണം വിളിക്കുന്ന പോലെ. ഇത് മരണ വീടാണോ കല്യാണ വീടാണോ സംശയം തോന്നിപ്പോവും. വിളിച്ചു വരുത്തിട്ട് കൊണ്ടുത്തിട്ട് 7ന്റെ അന്ന് പിന്നെ തീറ്റ, പൈസ ഇല്ലാത്ത ലോൺ എടുത്ത് നടത്താണ്. ഇതൊക്കെ സുന്നത്താന്ന് സാധുക്കൾ ധരിക്കാണ്, അള്ളാന്റെ ദീനിലില്ല. ഞാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ പറയാം, അള്ളാന്റെ കിതാബിൽ, അള്ളാന്റെ ഖുർആനിൽ, നബിന്റെ ഹദീസിൽ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ കിതാബിൽ പോലും ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന ഒരു വാചകമില്ല. തീറ്റക്ക് വേണ്ടിയല്ലാതെ താൽക്കാലിക ഭ്രമത്തിന് വേണ്ടി മയ്യത്തിന് കൂലി കിട്ടാൻ ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. ആദ്യമായിട്ട് മരിക്കാം. സ്വഹാബത്തിന്റെ കാലത്ത് എത്ര മരണങ്ങൾ നടന്നില്ല. ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്നല്ലാതെ നാട്ടുകാർ മൊത്തം അവിടെ പോയി തിന്ന് പോരുക. ദിക്റില്ലേ ഇസ്ലാമിൽ, സുന്നത്തില്ലേ ഇസ്ലാമിൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ ദിക്റാ. ഇസ്ലാം പഠിപ്പിച്ച 100 കണക്കിന് ദിക്റുണ്ട്. എല്ലാം ദിക്ർ ഹൽക്ക ഉണ്ടാകൂല, ദിക്ർ കച്ചവടം ഉണ്ടാകൂല, ദിക്റിന്റെ പേര് പറഞ്ഞു ഹോ ഹീ ഹൂ ഡാൻസ് ഉണ്ടാവൂല. അപ്പൊ ദിക്റിന്റെ ഡാൻസ് ആണ്. പള്ളിന്റെ ഉള്ളില്, നമ്മുടെ മഹല്ലത്തെ പള്ളിയിൽ പലയിടത്തും ചെറിയൊരു ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലാണ് ദിക്ർ. ഇസ്ലാമിലുണ്ടാവില്ല. നാട്ടിൽ ഡാൻസായി മാറുക. അതിനു വേണ്ടിയിട്ട് പല സെറ്റപ്പുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ട. മഹബ്ബത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. അതിനൊരു ദിവസം കൊണ്ടുവന്ന ഒരു ദിവസം മാത്രം സ്നേഹിക്കേണ്ട നേതാവല്ല. കൊല്ലം മുഴുവൻ ആയുസ് തീരുമ്പോഴേ, സക്കറാത്തുൽ മൗത്ത് വരുന്നത് വരെ, കൊക്കിന് ജീവുള്ള കാലം വരെ നമ്മുടെ നെഞ്ചകത്ത് സൂക്ഷിക്കേണ്ട പേരാണ് മഹബ്ബത്തുൻ നബി. സ്നേഹമുള്ളവനാണെങ്കിൽ ഓൻ പള്ളിയിലുണ്ടാവും, റാലിയിലല്ല, പള്ളിയിൽ. സ്നേഹമുള്ളവനാണോ താടി വളരും, നബി തങ്ങളുടെ സുന്നത്ത്. സ്നേഹമുള്ളവനാണോ പാന്റ് നെരിയാണിക്ക് മുകളിലാകും. സ്നേഹം നബിനോട് ശരിക്കുള്ളവനാണോ സത്യം മാത്രം പാലിക്കും. അവൻ കച്ചവടത്തിൽ ന്യായമായത് മാത്രമേ ചെയ്യൂ, ലഹരി കച്ചവടം ചെയ്യൂല. അക്കരെ പറമ്പുകാരെ, സിഗരറ്റ് കച്ചവടം ചെയ്യുന്നുണ്ടോ? നബിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് പറ്റൂല. എന്തുകൊണ്ട്? ആ നബി പഠിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. അത് ഹാൻഡ്സ്, പാമ്പരാഗ്, വലിക്കുന്നത്, ഇഞ്ചക്ട് ചെയ്യുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് എല്ലാം. മദ്യത്തെ കുറിച്ച് പറഞ്ഞു, മദ്യം 10 രൂപത്തിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിക്കണമെന്ന് പോലുമില്ല, കുടിക്കാൻ കൊണ്ടുപോയി കൊടുത്താൽ മതി, കുടിക്കാനുള്ള പാത്രം കൊടുത്താൽ മതി, കുടിക്കാനുള്ള ഒരുക്കുന്ന മരം കൊടുത്താൽ മതി. എന്ത് സൗകര്യം ചെയ്താലും ശപിക്കപ്പെട്ടവനാണ്. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണോ? കടയിൽ നിന്ന് സിഗരറ്റ് പാക്കുകൾ വലിച്ചെറിയാനുള്ള മനസ്സുണ്ടാവണം. ഈ നാട്ടിലെ ക്യാൻസർ പരത്തുന്നവരിൽ മുഖ്യ സൂത്രധാരൻ അയാളാണ്. നിങ്ങൾ കഞ്ചാവിനെ എതിർക്കൂലേ? അതേപോലെ എതിർക്കണം. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഇത് ശരീരത്തിന് മാരക അപകടമാണെന്ന് അയിമ എഴുതി വെച്ചിട്ടുണ്ട്. സുന്നത്ത് എന്താ? ഇസ്ലാമിലെ സുന്നത്ത് എന്താണ്? നബി പഠിപ്പിച്ചത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി തങ്ങൾ കൊണ്ടുവന്ന നന്മകളെ സ്വീകരിക്കുക. നബി പാടില്ല എന്ന് പറഞ്ഞ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഒഴിവാക്കുക. അതാണ് ഇസ്ലാമിന്റെ നിബന്ധന. എന്നാൽ ദീനിലില്ലാത്തത് ഒരു മനുഷ്യൻ തന്റെ കർമ്മമായി കൊണ്ട് നടന്നാൽ ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാൻ കിട്ടൂല. തള്ളിവിടും അവനെ. ഒരുപാട് ചെയ്തിട്ടും അവസാനം നരകത്തിന്റെ വിറകായി മാറുന്ന അവസ്ഥയുണ്ടാകും. ഏറെ ഗൗരവത്തോടെ പഠിക്കണേ. തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് മനുഷ്യരെ നമ്മൾ മടങ്ങണം. ഭൂരിഭാഗം നമ്മുടെ കൂടെ ഉണ്ടാകില്ല. വാപ്പയും ഉമ്മയും ബന്ധുക്കളും കുടുംബങ്ങളും ഉണ്ടാവില്ല. നമ്മളെ മാത്രം കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ വിചാരണ നേരിടേണ്ടി വരും. വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്കായി പരലോകത്ത് വരേണ്ടവരാണ്. നല്ല പഠിക്കുക. എൻ്റെ ഈ സംസാരത്തിലെ എന്തെങ്കിലും ഒരു കാര്യം സംശയമുള്ളവരുണ്ടെങ്കിൽ ഇതിന് സംഘാടകരോട് ചോദിക്കുക. പുസ്തകമോ വീഡിയോയോ ഓഡിയോ എന്താ പഠിക്കാൻ വേണ്ടതെങ്കിൽ സംഘാടകർ നിങ്ങൾക്ക് തരും. ഒരു പുകമറകളുമില്ല,
ഒരു പുകമറകളും ഒരു വ്യാജമായ ഒന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മൾ പഠിക്കേണ്ടത്, പകർത്തേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളവരായി മാറാൻ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിലേക്ക് അടുക്കുന്ന നന്മകളുമായി മുന്നോട്ട് പോവുക. ഒരു വാപ്പ എന്ന നിലക്ക് പ്രിയപ്പെട്ട മക്കൾ വേനൽ അവധിക്കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവധിക്കാലം അവർക്ക് നല്ലത് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പുകളും നല്ല ചില കാഴ്ചകളും അവരെ കാണിക്കാൻ ഒരു വാപ്പയും ഉമ്മയും സന്നദ്ധരാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വാപ്പാനോട് ഉമ്മയോട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണ്. ചെയ്യുന്നൊരു വാക്ക് പോലും പറയരുത്. കാരുണ്യത്തിന്റെ നോട്ടമാണ് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടത്. ചിറകുകൾ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കാൻ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ, വാപ്പയോട് ഉമ്മയോട് മാന്യമായി പെരുമാറുന്നവനായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് വളരെ മാന്യമായി സ്നേഹത്തോടെ സംവദിക്കാൻ, കുടുംബത്തെ ഭദ്രമാക്കാൻ, അവരോട് മാന്യമായ രൂപത്തിൽ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യമാരെ, നമ്മുടെ ഭർത്താവ് എന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ സ്വർഗം തീരുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടവും പൊരുത്തവും നേടാൻ വേണ്ടിയുള്ള അധ്വാനങ്ങൾ നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ നിന്ന് ഏത് സമയത്തും എപ്പോഴും വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗം അച്ചടക്കമുള്ളതാവണം. തെറ്റായ, മോശമായ, സുന്നത്തിന് വിരുദ്ധമായ ഒരു നയാ പൈസ നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ കയ്യിൽ വരില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്ന, സദാചാരം പാലിക്കുന്ന മാന്യരായ മുഅ്മിനീങ്ങളായി നമുക്ക് മാറാൻ കഴിയണം. അറിവിന്റെ, വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ പോയി ഇരിക്കാൻ, പഠിക്കാൻ, വായിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസുകൾ വരുമ്പോൾ അതിലേക്ക് കൂട്ടമായി, സംഘമായി എത്താൻ നമുക്ക് കഴിയണം. വിദ്യാർത്ഥികളെ CREയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം. പീസ് റേഡിയോ 24 മണിക്കൂർ നമ്മുടെ മൊബൈൽ ഫോണിൽ ദീന് പഠിക്കാനുള്ള വേദിയാണ്. നൂറുകണക്കിന് പ്രോഗ്രാമുകൾ നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കാം. ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പ്, ആയിരക്കണക്കിന് ഓഡിയോസുകൾ നിറഞ്ഞ വീഡിയോകൾ വേറെയും പുസ്തകങ്ങളും എല്ലാം വായിക്കാൻ, കിബില ഡിറക്ഷൻ ഉണ്ട്, സകാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പ്, വിശുദ്ധ ഖുർആൻ ഓതി 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 പഠിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ള ആപ്പ് ആരെങ്കിലും ഫോണിൽ ഇല്ലാതെ പോയെങ്കിൽ സ്വയം ഇരുന്ന് പഠിക്കാൻ അള്ളാഹു നൽകിയുള്ള ചാൻസാണ് നമുക്ക്. അള്ളാഹുവിന്റെ ദീനിനെ വായിക്കാൻ, പഠിക്കാൻ ആഴ്ചയിൽ നമുക്ക് തരുന്ന ഏർപ്പതം വാരിക ഒന്ന് തുറന്നു നോക്കണം. നമ്മൾ ഇഷ്ടമുള്ള പ്രഭാഷകന്മാരുടെ ഇഷ്ടമുള്ള വിഷയങ്ങൾ തെരഞ്ഞു പിടിച്ച് കേട്ട് പഠിക്കാൻ എത്ര വലിയ നിഅമത്തിലാണ്. നമുക്കൊന്ന് വിരലമർത്തി ഒന്ന് തൊട്ടാൽ വിജ്ഞാനത്തിന്റെ ധാരാളം കേന്ദ്രങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ദീന് പഠിക്കുക. ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു, ചങ്ങാതിമാരെന്ത് ചെയ്യുന്നു, നാട്ടുകാരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടൊരിക്കലും നീ നിന്റെ ജീവിതത്തെ വിലയിരുത്താതെ അള്ളാഹു പഠിപ്പിച്ച മതത്തിനകത്ത് എന്തുണ്ട്, തറക്തു ഫീക്കും അംറീൻ. നബിതങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജിന്റെ വേളയിൽ പറയാണ്, ഞാനിതാ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാന്റെ കിതാബും നബിന്റെ സുന്നത്തും മുറുകെ പിടിച്ചോ, പിഴക്കൂല, പിഴക്കൂല, നശിക്കൂല. മരിച്ച് 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തിരിച്ചു പോരുകയാണ്. നമ്മൾ മാത്രം ഖബറിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ദീനെന്താന്ന ചോദ്യമുണ്ട്, റബ്ബിനെ കുറിച്ച് ചോദ്യമുണ്ട്, ഖുർആനെ കുറിച്ച് ചോദ്യമുണ്ട്. ഖുർആൻ ഓതാനും പഠിക്കാനും നമുക്ക് ജീവിതകാലത്ത് നന്നായി കഴിയേണ്ടതുണ്ട്. അർത്ഥമറിഞ്ഞ് പഠിക്കാൻ, മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് നിന്ദരായി, അപമാനിതരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഏറ്റവും വലിയ അപമാനിതരാകുന്ന കാഴ്ചയിൽ നിന്ന് മാറി ഇന്നഹാ സആഅത്ത് മുസ്തഖറൻ വ മുഖാമാ, ഏറ്റവും മോശപ്പെട്ട സങ്കേതമായ നരകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടണം. തൗഹീദ് മുറുകെ പിടിക്കണം, സുന്നത്തിലേക്ക് കടന്നു വരണം. മറ്റെല്ലാ തിരച്ചവാദങ്ങളെയും നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ദീനിലേക്കൊന്ന് സ്നേഹത്തോടെ കടന്നു വരിക. പ്രിയപ്പെട്ടവരോട് ഇത് പറഞ്ഞു കൊടുക്കുക. കുടുംബത്തിനെ ക്ഷണിക്കുകയായി യുഹല്ലദീനാമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, കുടുംബക്കാരോട് അവരോട് നിങ്ങൾ കുടുംബത്തെ നിങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ആളിക്ക
കത്തുന്ന നരകത്തിന്റെ തീ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. സ്വർഗമാകുന്ന വിശാലമായ ലോകം സത്യജീവിതം നയിക്കുന്ന സ്വാദിഖീങ്ങൾക്കുള്ളതാണ്, സ്വാബിരീങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്കുള്ളതാണ്, സ്വാലിഹീങ്ങൾക്കുള്ളതാണ്. നല്ല ജീവിതത്തിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദീനിനോട് ഏറെ കൂറുപാലിക്കുന്നവരാകണം. രാഷ്ട്രീയത്തിലായാലും ചാരിറ്റിയിലായിരുന്നാലും മതസംഘടനയിലായിരുന്നാലും അന്യായങ്ങളോട് കൂട്ടുപിടിക്കരുത്, വർഗീയതക്ക് കൂട്ടുപിടിക്കരുത്, രാജ്യത്തിനെ നശിപ്പിക്കാൻ കൂട്ടുപിടിക്കരുത്. തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യങ്ങളോട് സഹകരിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, പാപമുണ്ടാക്കുന്ന കാര്യങ്ങളോട് സഹകരിച്ചു കൊടുക്കരുത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രവർത്തനത്തിന് ഈ ഒരു നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പറയാനും കേൾക്കാനൊക്കെ പടച്ചറപ്പ് നമുക്ക് നൽകിയ നിഅമത്തിന് അള്ളാഹുവിനോട് ശുക്ർ കാണിച്ച് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവർക്കെല്ലാം അള്ളാഹു അതിൻ്റെ ഓരോ നന്മയും പ്രതിഫലമായി നൽകുമാറാകട്ടെ. ഈ ശബ്ദം കേട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, മക്കരപ്പറമ്പുകാർ, ഇനിയും കേൾക്കാനും പഠിക്കാനും വായിക്കാനും സന്നദ്ധരാവണമെന്നും ഏത് നിലക്കുമുള്ള നിങ്ങളുടെ സമീപനത്തെയും സ്വീകരിക്കുന്ന രൂപത്തിൽ വിമർശന ബുദ്ധിയാ തന്നെ കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുന്നതിനൊക്കെ ഏറെ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അള്ളാഹു നമുക്കെല്ലാം നല്ലത് കേൾക്കാനും പഠിക്കാനും സ്വീകരിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ അവരുടെ പ്രാർത്ഥനകൾ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്കെല്ലാം ആശ്വാസമാകണം റഹ്മാനെ. ലോകരാജ്യങ്ങളിൽ ഏറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പുറത്തിറങ്ങാൻ കഴിയാത്തവർ, ശമ്പളം മുടങ്ങിക്കിടക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ കഴിയാത്തവർ, അള്ളാഹുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസികളെ നീ സഹായിക്കണേ റഹ്മാനെ. ലോകത്തുടനീളം സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് പട്ടിണിയുടെയും ലോക്ക്ഡൌണിൻ്റെയും മറ്റുമൊക്കെയുള്ള വാർത്തകളും പലതും വന്നുകൊണ്ടിരിക്കുന്ന റബ്ബെ, ഞങ്ങളെ നീ ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മരണം ഈമാനുള്ള മരണമാക്കണമേ. അള്ളാഹുവേ ഞങ്ങൾ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.